പറഞ്ഞത് ചെറിയ കുട്ടിയാണ് എന്ന് വിചാരിച്ച് അനുസരിക്കാണ്ടിരിക്കരുത്. ഇനിയിപ്പോൾ വളരെ പ്രായമായിട്ടുള്ള ഒരാളാ പറഞ്ഞത്, പക്ഷേ അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അനുസരിക്കരുത്. പറഞ്ഞാൽ കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞതും കേൾക്കാൻ തയ്യാറാവണം. എന്നിട്ട് അതിൽ നിന്നും അനുസരിക്കേണ്ടത് ഏതാ, നമ്മൾക്ക് നല്ലത് ഏതാണ് ചീത്തത് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേണം അനുസരിക്കാൻ. തിരിച്ചറിയാൻ പാകത്തിന് ഒരു വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. മറ്റ് മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത, മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു സിദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. വിശേഷ ബുദ്ധി, നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു പൂച്ച അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിലൂടെ നടക്കുകയാണെന്ന് വിചാരിച്ചാൽ ആ പൂച്ച ശ്രീകോവിലേക്ക് നോക്കിയിട്ട് തൊഴുവോ? അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്, അവിടെ ഭഗവതിയാണ് എന്ന് മനസ്സിലാക്കി തൊഴുവോ? ഇല്ല. പൂച്ചയ്ക്ക് ആ വിശേഷ ബുദ്ധി ഇല്ല. പൂച്ച എന്ത് ചെയ്യും? അതിന് കഴിക്കാനുള്ള വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കുക. വേറെ ഒന്നുമല്ല അന്വേഷിച്ച് വരണത്. തനിക്ക് പറ്റിയൊരു പെൺപൂച്ചയെ അന്വേഷിച്ച് വരികയാണോ ശ്രീകോവിലിന്റെ മുമ്പിൽ? അല്ല. തനിക്ക് ഉറങ്ങാനൊരു സ്ഥലം അന്വേഷിച്ച് വരികയാണോ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക്? അല്ല. അതൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലേ പോവുക ഉറങ്ങാനാണെങ്കിൽ, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക്. ഇതെന്തിനാ പോണത്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ശ്രീകോവിലിന്റെ മുമ്പ് കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകില്ല അല്ലേ? അതിനിവിടെ ഹോട്ടലുകളിലേക്കേ പോവുള്ളൂ. ശ്രീകോവിലിന്റെ മുമ്പിൽ പോണത് ആ ഭഗവതിയെ കണ്ണു തുറന്ന് കാണാനും ഭഗവതിയെ തൊഴാനും അവിടെയുള്ള ദേവിക്ക് ചാർത്തിയ പൂവുടലിലെ ഒരു പൂവെങ്കിലും പ്രസാദമായിട്ട് കിട്ടുമോ എന്നറിയാനും, ആ ദേവിക്ക് മാല ചാർത്തിയത് കാണാനും, അവിടെ തൊഴാൻ വരുന്ന ഭക്തന്മാരെ കാണാനും, നാളികേരം മുട്ടാനായിട്ട് നാളികേരവുമായിട്ട് നാമം ജപിച്ചിരിക്കുന്ന ആളുകൾ, വർത്താനം പറയുന്നവരെ കാണണ്ട അല്ലേ? നാളികേരം മുട്ടായിരിക്കുമ്പോൾ എന്ത് വേണം? നാമം ജപിച്ചുകൊണ്ടിരിക്കണം. ആ കൗണ്ടർ ഷീട്ടാക്കുമ്പോൾ പേര് പറയ കൂടി വേണ്ട അല്ലേ? അത്രയ്ക്ക് സൗകര്യമാണ് ദേവസ്വം ചെയ്തു തന്നിരിക്കുന്നത്. ആ പേരും നാളും പറയുന്ന സമയം കൂടി നിങ്ങൾ നാമം ജപിക്കൂ. അതുകൊണ്ട് പേരും നാൾക്ക് എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി. ഇതെന്തിനാ നിയമം വെച്ചിരിക്കണമെന്നറിയോ? ഈ പേരും നാളൊക്കെ എഴുതി കൊടുക്കാൻ പറയണത് ഇത് പറയുന്ന സമയം കൂടി നിങ്ങൾ അമ്മേ നാരായണ ജപിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലും ഷീട്ടാക്കാൻ നിൽക്കുമ്പോൾ നാമം ജപിക്കാറുണ്ടോ? ജപിച്ചൂടെ? തോന്നണം. അതിനെന്ത് വേണം? അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം. നാളികേരം മുട്ടാനായിട്ട് ഓരോരോ മുട്ടുകളുമായിട്ടല്ലേ വരണത്, ഓരോ തടസ്സങ്ങളുമായിട്ടല്ലേ വരണത്. ഈ തടസ്സം മാറാൻ അകത്ത് മേശാന്തി അവിടെ നാളികേരം മുട്ടിത്തരുമ്പോ ഇവിടുന്ന് ഉറക്കെ അമ്മേ നാരായണ എന്ന് ജപിക്കണം. നാളികേരം കയ്യിൽ പിടിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ആ മുട്ടാനുള്ള നാളികേരം കയ്യിൽ വെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാമമല്ലാണ്ട് ഒരൊറ്റ അക്ഷരം ഉണ്ടാകാൻ പാടില്ല. ഒരു വർത്തമാനം വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഒന്നുമില്ല. വരിയിലേക്കാണ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മയുടെ നാമം. ആ നാമങ്ങളാണ് മുട്ടുകളൊക്കെ തീർക്കണത്. ഈ നാമം ജപിച്ച് താഴെ എത്തി അമ്മയുടെ മുമ്പിൽ ആ നാളികേരം മുട്ടുമ്പോൾ നമ്മുടെ ജപത്തിന്റെ ശക്തി കൊണ്ട് മുട്ടുകളൊക്കെ തീർന്നു വെച്ചാൽ അവിടെ മുട്ട് നേരെയായിട്ട് വരും. ആരുടെയെങ്കിലും മുട്ട് നേരെയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് 1000 തവണ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ഇവിടെ ഇരുന്ന് ജപിപ്പിക്കുക വേണ്ടത്. എന്നിട്ട് വേണം രണ്ടാമത്തെ മുട്ട് മുട്ടാനായിട്ട് അല്ലേ? നേരെയാവുകയോ നോക്കാൻ. നമ്മൾ വേഗം കടയിൽ പോയി ഒരു നാളികേരം കൂടി വാങ്ങിയിട്ട് മുട്ടിക്കും അല്ലേ? ഭഗവതി വിചാരിക്കും ഇങ്ങനെ കുറെ പടി കയറി ഇറങ്ങി വന്നതല്ലേ, നേരെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മുട്ട് നേരെയാക്കും. മുട്ട് നേരെയാവാനുള്ള മാർഗം നാമജപാണ് അല്ലേ? തടസ്സങ്ങൾ നീങ്ങാൻ ഹര കാണിച്ചു തരണത് രാമായണത്തില് ഹനുമാൻ സ്വാമിയാണ് കാണിച്ചു തരണത്. മുട്ടുകളൊക്കെ തീരാൻ, തടസ്സങ്ങളൊക്കെ തീരാൻ നാമജപമാണ് വേണ്ടത്. അപ്പുറത്ത് പ്രവൃത്തി വേണം. നാളികേരം മുട്ടിക്കണം. എന്തിനു വേണ്ടിയിട്ട്? തടസ്സങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് ശ്രീകോവിലിൽ നിന്ന് ഭഗവതി ഇങ്ങനെ നേരിട്ട് വന്ന് പറഞ്ഞു തരില്ല. അത് മുട്ടിലൂടെയാണ് പറഞ്ഞു തരിക, ദോഷങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട്. മുട്ടുകൾ അറിയാനാണ് നാളികേരം മുട്ടണത്. മുട്ടുകൾ തീരാൻ നാമജപം. ആ നാമം അവർ തന്നെ ജപിക്കണം. വേറൊരാൾ ജപിച്ചാൽ പോരാ. ഒരാൾക്ക് വിശക്കുന്നതിന് വേറൊരാൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. ആർക്കാണോ വിശപ്പ് അവർ വേണം ഭക്ഷണം കഴിക്കാൻ. ആർക്കാണോ രോഗം അവർ വേണം മരുന്ന് കഴിക്കാൻ. എനിക്കിപ്പോൾ ആശുപത്രിക്ക് വരാൻ പറ്റില്ല, ഒരു നിങ്ങൾ എന്തായാലും ആശുപത്രിയിൽ പോവുകയല്ലേ, ഈ കാശും കൂടി അവിടെ ഡോക്ടർക്ക് കൊടുത്തേക്കോ എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് ഫീസ് വേറെ ആളത്ത് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ രോഗം മാറുക. ഈ ആൾ തന്നെ ചെന്നാലേ എന്താണ് രോഗമെന്ന് ഡോക്ടർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ രോഗം വരുന്ന ആൾ തന്നെ വേണം മരുന്ന് അന്വേഷിച്ച് കണ്ടെത്തി
ആ മരുന്ന് കഴിക്കാനായി. എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനുള്ള ഒരു മരുന്നാണ് ഏത്? നാമജപം എന്ന മരുന്ന്. ബാക്കിയുള്ള മരുന്ന് എല്ലാവർക്കും പറ്റില്ല. ചിലപ്പോൾ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് പ്രഷർ കൂട്ടും അല്ലേ, പ്രഷറിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂട്ടും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ബാധിക്കും അല്ലേ ചില മരുന്നുകൾ. പക്ഷേ ഏത് രോഗിക്കും കഴിക്കാവുന്ന മരുന്നാണ് ആ അമ്മേ നാരായണ എന്നുള്ള മാർഗം. ആ ഒരു നാമം എത്ര കാലം കഴിഞ്ഞാലും, നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ മരിച്ചു പോയാലും വയസ്സായ ആൾക്കാരും വയ്യാണ്ട കിടക്കുമ്പോൾ ഇടയ്ക്ക് വിളിക്കുക അമ്മേന്നാണ്. അവരവരുടെ അമ്മയാണ് വിളിക്കണത്. അവരുടെ അമ്മ വരാൻ പോകുന്നില്ല. ഞാൻ ആരെയാണ് വിളിക്കണത്? ഈ കടാമ്പുഴ ഭഗവതിയെയാണ് വിളിക്കണത്. ഭഗവതിയുടെ നാമം ചൊല്ലിക്കോളൂ. ഹനുമാൻ സ്വാമിയും തൻ്റെ അമ്മയെ കാണാനായിട്ടുള്ള യാത്രയാണ്. ശ്രീരാമൻ പത്നിയെ അന്വേഷിച്ചാണ് പറഞ്ഞയച്ചതെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി തൻ്റെ അമ്മയെ കാണാനായിട്ട്, ഹനുമാൻ കണ്ടിട്ടില്ല സീതയെ, സീതാദേവി മുമ്പ് കണ്ടിട്ടില്ല. ശ്രീരാമനെ പിന്നെയും കണ്ടതായിട്ട് പറയുന്നുണ്ട് ചില രാമായണങ്ങളിൽ. കുട്ടിക്കാലത്ത് ഹനുമാനും ശ്രീരാമനും ഒക്കെ ആയിട്ട് കുട്ടിക്കാലത്ത് കണ്ടതായിട്ട് ചില രാമായണങ്ങളിൽ, അധ്യാത്മരാമായണത്തിൽ കിളിപ്പാട്ടിൽ കാണില്ലെങ്കിലും ചില രാമായണങ്ങളിൽ കണ്ടിട്ടുണ്ട്. സീതാദേവിയെ കണ്ടിട്ടില്ല. തൻ്റെ അമ്മയെ കാണാനായിട്ട് ആദ്യമായിട്ട് കടാമ്പുഴ അമ്മയെ കാണാൻ വരുന്ന ഒരു കുട്ടിയുടെ മനസ്സ് ആണ് ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയെ കാണാൻ പോകുമ്പോൾ. എങ്ങനെ? അമ്മയുടെ കഥകളൊക്കെ കേട്ടിട്ട്. അമ്മ ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ അത്ര താഴെ പോയിരിക്കണത്? എന്തേ ഭർത്താവ് കുറച്ച് അപ്പുറത്ത് വിട്ടിരിക്കണത്? എന്താണ് ഈ ഒരു കടാമ്പുഴ എന്ന പേരുണ്ടാവാനായിട്ടുള്ള ഒരു കാരണം? കാടും പുഴയൊന്നും കാണാനില്ലല്ലോ ഇവിടെ. കാടും പുഴയൊന്നുമല്ല, കാടൻ നമ്പ ചെയ്തുണ്ടായ അഴയാണ് എന്നും, പിന്നെ മുമ്പിലിരിക്കുന്ന ആ ഒരു തറയിൽ, അമ്മ ഇരിക്കുന്ന സാന്നിധ്യത്തെക്കാൾ ഉയർന്നതായിട്ടുള്ള ആ തറയിൽ ശ്രീചക്രവും നരസിംഹമൂർത്തിയുടെയും സാന്നിധ്യമാണ് ഒറ്റക്കല്ലിലുള്ളത് എന്നും, ഇങ്ങനെയുള്ള കഥകൾ ഓരോന്നും മനസ്സിലാക്കിയിട്ട് അമ്മയെ തൊഴാൻ വരുന്ന ഒരു കുട്ടിയുടെ മനസ്സ് അല്ലേ. എത്ര കുട്ടികൾക്ക് നമ്മൾ അമ്മയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്ര പേരക്കുട്ടികൾക്ക് നമുക്ക് കടാമ്പുഴ അമ്മയുടെ കഥ അറിയാം. ഇവിടെ ഹനുമാൻ സ്വാമി സീതാദേവിയുടെ കഥകളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് സീതയെ അന്വേഷിക്കാനായിട്ട് പോണത്. അനവധി വാനരന്മാർ 4 ദിക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിലും തെക്കോട്ട് പോയ വിഭാഗത്തിൽ ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ ശ്രീരാമനാ മുദ്രമോതിരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവണ്ടേ? ഇല്ലെങ്കിൽ അങ്ങനെ പ്രായമുള്ള ആളാണ് അത് എന്ന് പറഞ്ഞ് ജാമ്പവാനെ ഏൽപ്പിക്കേണ്ടത്. വളരെ വിലപിടിപ്പുള്ളതാ. ചില കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഓടി കളിക്കുമ്പോൾ കളഞ്ഞു പോയാലോ, പ്രായമുള്ളവരാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. അങ്ങനെയാണ് ജാമ്പവാനെ ഏൽപ്പിക്കണ്ടേ. ജാമ്പവാന്റെ പ്രായം എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവ് കഴിഞ്ഞ അടുത്ത 2ാമത്തെ ആള് ജാമ്പവാനാ. ബ്രഹ്മാവിൻ്റെ ജൃംഭണത്തിൽ നിന്നുണ്ടായ ആളാണ് ജാമ്പവാൻ. ഭഗവാനിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി. ആ ബ്രഹ്മാവ് 4 ഭാഗത്തേക്കും നോക്കി 4 തലയുണ്ടായി. താൻ ആരാണെന്ന് അറിയാണ്ട് ആ താമരത്തണ്ടിലിൻ്റെ അടിയിലൂടെ താഴ്ന്നു പോയി. താമരത്തണ്ടിൻ്റെ ഏറ്റവും അടി കാണാമെന്ന് വിചാരിച്ച് എത്ര പോയിട്ടും മനസ്സിലായില്ല. പിന്നെ മുകളിൽ വന്ന് എന്താ വേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന് ഒരു കോട്ടുവായ വന്നു അത്രേ. നമുക്കുണ്ടാവുമേ എന്താ വേണ്ടതെന്ന് അറിയാണ്ട് വെറുതെ ഇരിക്കുമ്പോഴാവും എന്ന് പറഞ്ഞ് കോട്ടുവായ വരിക. പേടിക്കേണ്ടത് ബ്രഹ്മാവിനും വന്നത് തന്നെയാണ്. ബ്രഹ്മാവിന് ആ ഒരു കോട്ടുവായ വന്നപ്പോൾ, ജൃംഭണം വന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ വായയിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് ചാടി. ജൃംഭണത്തിൽ നിന്നുണ്ടായത് കൊണ്ട് ജാമ്പവാൻ എന്ന് പേര്. ബ്രഹ്മാവിന് താനാരാണെന്ന് പോലും അറിയാത്ത കാലത്താണ് ഈ ജാമ്പവാന്റെ ജനനേ. അതുകൊണ്ട് ജാമ്പവാന്റെ ആയുസ് നിശ്ചയിച്ചിട്ടില്ല, ജാമ്പവാന്റെ കർമ്മങ്ങളും നിശ്ചയിച്ചിട്ടില്ല. നമുക്കൊക്കെ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. ജാതകം നോക്കിയാൽ അറിയാം എത്ര കാലത്ത് കഷ്ടകാലമുണ്ട്, എത്ര കാലത്ത് നല്ല കാലമുണ്ട്, എത്ര കാലത്ത് കഷ്ടകാലവും നല്ല കാലവും ചേർന്നുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര കാലം ആയുസ് എന്നൊക്കെ പറഞ്ഞ് കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ 10 മണിക്ക് തുടങ്ങിയാൽ 12 മണി വരെ പ്രഭാഷണം, അത് കഴിഞ്ഞാൽ പിന്നെ പ്രസാദ കൂട്ടുണ്ട് പോയിട്ട് ക്യൂ നിൽക്കാം അല്ലേ. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുടെ കർമ്മങ്ങൾ നമുക്കുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എന്ന കർമ്മങ്ങൾ, വൈകുന്നേരം എന്ന കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ജാമ്പവാന് കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. കാരണം തൻ്റെ ഈ കർമ്മങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ആള് ബ്രഹ്മാവ. ബ്രഹ്മാവിന് തന്നെ താൻ ആരാണെന്ന് അറിയാത്ത കാലത്ത് ഉണ്ടായ ആളാണ് ജാമ്പവാൻ. ആ ജാമ്പവാൻ കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ അവസാനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പണ്ട് വാമനാവതാര കാലത്ത് ഞാൻ 21 തവണ 14 ലോകവും ചുറ്റി വന്നിട്ടുണ്ട്.
വാമനമൂർത്തി 2 അടി ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണേ. ഒരടി അളന്നു ആദ്യത്തെ 7 ലോകം, രണ്ടാമത്തെ അടി അളന്നു അടുത്ത 7 ലോകം. ഇങ്ങനെ 14 ലോകങ്ങൾ അങ്ങനെ അളന്ന് 3-ാമത്തെ അടി ഇപ്പം എങ്ങടാ വെക്കേണ്ടത് എന്നറിയാണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാന്റെ 2 കാലിനെയും കൂടി 21 തവണ പെരുമ്പറ കൊട്ടിയും കൊണ്ട് പ്രദക്ഷിണം ചെയ്തു വന്നയാളാണ് ജാമ്പവാൻ. കിഷ്കിന്താകാണ്ടാവുമ്പോഴേക്കും പ്രായമായി, രാമായണം ആവുമ്പോഴേക്കും. കൃഷ്ണാവതാരത്തിലും ജാമ്പവാൻ അവിടെയുണ്ട്. തൻ്റെ പുത്രി വളർത്തുമകളായിട്ടുള്ള ജാമ്പവതിയെ കൃഷ്ണൻ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് ജാമ്പവാൻ അവിടെയുണ്ട്. ഇന്നും ജാമ്പവാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ജാമ്പവാൻ അല്ലേ, ചില പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശിമാർ പറയും അതൊക്കെ ജാമ്പവാന്റെ കാലത്ത് നടന്നതാണ് എന്ന് പറയും അല്ലേ. പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ചരിത്രമൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ജാമ്പവാനെ പ്രാർത്ഥിച്ചാൽ മതി. കാരണം ജാമ്പവാനെ പോലെ ചരിത്രം അറിയുന്ന ഒരാൾ വേറെ ഇല്ല. അത്രയ്ക്ക് പഴക്കമുള്ള ആളാണ്. ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ആളാണ് ജാമ്പവാൻ. അങ്ങനെയുള്ള ജാമ്പവാന്റെ കയ്യിലല്ലേ അങ്ങനെയാണെങ്കിൽ ആ രത്നം മോതിരം ഏൽപ്പിക്കേണ്ടത്? ജാമ്പവാന്റെ അടുത്തല്ല, ശ്രീരാമേന്ദ്രനെ ഏൽപ്പിച്ചത് ഹനുമാൻ സ്വാമിയുടെ അടുത്താണ്. ആ ഹനുമാൻ സ്വാമി കയ്യിലുള്ള മോതിരത്തെക്കുറിച്ച്, മോതിരം ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. ആരാണ് ആ സമ്പാദി പറഞ്ഞതനുസരിച്ച് ലങ്കയില് അശോകവനിയില് ശിംശപാവൃക്ഷച്ചുവട്ടിലിരുന്ന് സീതാദേവിയെ കാണുക? അങ്ങോട്ട് കടൽ ചാടിക്കിടക്കണം 100 യോജന ദൂരം. ഈ 100 യോജന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ദൂരമുണ്ട്. കാരണം പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൻ്റെ നീളം 100 യോജനയാണ്. ഗോകർണത്ത് കടൽ തീരം മുതൽ കന്യാകുമാരി സമുദ്രത്തിൻ്റെ ആ ഒരു മുനമ്പ് വരെയുണ്ട് കേരളം. അത് 100 യോജനയാണ്. ആ ഒരു 100 യോജന ദൂരം ആര് ചാടണം എന്ന് ചിന്തിച്ചപ്പോൾ 10 യോജന 20 യോജന എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കേട്ടതാവും. അപ്പോൾ 100 യോജന വരെ ചാടാൻ ആൾ തയ്യാറാണ്, പക്ഷേ ആൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല അല്ലേ. അങ്ങോട്ട് പോയാൽ മതി, തിരിച്ചിങ്ങോട്ട് വരണ്ടേ. രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു രാമായണം വായിക്കാൻ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിബദ്ധ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണ്ടേ? വേണ്ട കേട്ടോ, ഞാൻ വീട്ടിലേക്ക് ഇനി പോകണില്ല, എന്നാൽ നീക്കുമായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയതല്ലോ. ഇപ്പം നമുക്ക് വേണേൽ അങ്ങനെ ഇറങ്ങാം, പക്ഷേ ഈ വാനരന്മാർക്കത് പറ്റില്ല. കാരണം സീതാദേവിയെ കണ്ട് വിവരം ഇവിടെ തിരിച്ച് ശ്രീരാമനെ അറിയിക്കണം. അപ്പോൾ തിരിച്ചു വരിക തന്നെ വേണം. അവിടെയാണ് ജാമ്പവാൻ പറയണത്, എനിക്ക് 100 യോജനയല്ല, എത്ര ദൂരം ചാടണമെങ്കിലും ഓടണമെങ്കിലും പ്രയാസമൊന്നുമില്ല, അത് പണ്ട് എന്ന് പറയും. അപ്പോഴാണ് ജാമ്പവാൻ പറയണത്, എന്തിനാ നമ്മൾ സംശയിക്കണത്? ചാടാൻ കഴിവുള്ള ഒരാൾ ഇവിടെ ഇല്ലേ? ഹനുമാൻ സ്വാമി ഇല്ലയോ ചോദിക്കുക. ഹനുമാൻ ചോദിക്കുക, ഞാൻ ചാട്. ഈ മരങ്ങൾ ഒരു മരത്തും അടുത്തുമൊക്കെ ചാടാന്നല്ലാണ്ട് എനിക്ക് പിന്നെ എന്താ ശക്തിയുള്ളത്? അവിടെയാണ് ജാമ്പവാന്റെ വാക്കുകള്, മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ലോകം മുഴുവൻ ശക്തിയുടെ കാര്യത്തിൽ, ഭക്തിയുടെ കാര്യത്തിൽ ഹനുമാൻ നിന്നെ നമസ്കരിക്കുകയാണ് ചെയ്യുക. നീ മരണമില്ലാത്തയാളല്ലേ. ഇവിടെ ഒരു ഗുരുനാഥന്റെ കടമയാണ് ജാമ്പവാൻ ചെയ്യണത്. നമ്മുടെ കഴിവിനെ കാണിച്ചു തരിക. 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോണ ഒരു കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് 10-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളൊക്കെ പഠിച്ച് A+ വാങ്ങാൻ പറ്റും എന്നൊരു ചിന്ത ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിക്ക് കഴിവുണ്ട്. ആ കുട്ടിക്ക് ഭംഗിയായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുമെന്ന ചിന്ത ആ കുട്ടിയുടെ ഉള്ളിലില്ല. പക്ഷേ ആ കുട്ടിക്ക് കഴിവുണ്ട്. ആ കഴിവിനെ നല്ലൊരു ഗുരുനാഥന്മാര് ഉണർത്തിക്കൊണ്ടുവരികയാണ്. നിനക്ക് അക്ഷരം എഴുതാൻ പറ്റും, എഴുതൂ, കൈപിടിച്ച് എഴുതിക്കണോ ഹരി, അച്ഛൻ എഴുതിക്കണോ, അല്ലെങ്കിൽ ആശാന്മാരെ എഴുതിക്കണോ ശ്രീ, ഹരിയെ ആരാധിക്കൂ, അതുവഴി ശ്രീ ഉണ്ടാവും. ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണത് എന്താ? ആ എന്ന അക്ഷരമല്ല എഴുതിക്കണത്, ഹരി എന്നാണ്. ഹരിയെ ആരാധിക്കൂ, ശ്രീ, ഐശ്വര്യമുണ്ടാവും. അതിനുവേണ്ടി എന്ത് വേണം? പ്രവർത്തിക്കണം. പ്രവൃത്തി എങ്ങനെ തുടങ്ങണം? ഗണപതേ നമഃ, ഗണപതിയെ നമസ്കരിച്ചുകൊണ്ട് വേണം പ്രവൃത്തി തുടങ്ങാൻ. എത്ര ഭംഗിയായിട്ടാണ് നോക്കൂ പറഞ്ഞു തന്നിരിക്കുന്നത്.
അപ്പോൾ ഗണപതിയെ ആരാധിച്ചും കൊണ്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്തോളൂ. ആ കർമ്മത്തിന് ഈശ്വരനെ ആരാധിച്ചു കൊണ്ടാവണം കർമ്മം ചെയ്യേണ്ടത്. അതുവഴി ശ്രീ ഐശ്വര്യമുണ്ടാവും എന്ന് വിദ്യാരംഭത്തിൽ ഇതാ വരാൻ പോണു അല്ലേ, കന്നിമാസത്തിൽ വരാൻ പോണു, ഒക്ടോബർ 13-ാം തീയതി ആ വിദ്യാരംഭം. ഓരോ കുട്ടികൾക്കും നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഹരിയെ ആരാധിച്ചോളൂ, ശ്രീ ഉണ്ടാവും, ഗണപതിയെ പ്രാർത്ഥിച്ച് കർമ്മം ചെയ്തോളൂ. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞത്. പണിയെടുക്കാണ്ട് കാശ് തരാമെന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നല്ലോണം പണിയെടുത്തോളൂ. ആ എടുക്കുന്ന പണിക്ക് അനുസരിച്ച് ഞാൻ കാശ് തന്നോളാം. കർമ്മണ്യേവാധികാര്യസ്തേ മാ ഫലേഷു കഥാചന. പണിയെടുക്കുന്നതിനുള്ള ഫലം എത്രയാണെന്ന് നീ തീരുമാനിക്കണ്ട, ഞാനാണ് ഫലം തരുന്ന ആള്. ചിലപ്പോൾ ഏൽപ്പിച്ച ആൾ ചിലപ്പോൾ കൂലി ഒന്നുമില്ല എന്ന് വരും, ചിലപ്പോൾ അല്ലെങ്കിൽ വിചാരിച്ച് അത്ര കൂലി ഒന്നുമില്ല എന്ന് വരും. കുറച്ച് പണിയെടുക്കാനൊക്കെ ഏൽപ്പിച്ചു, ഇവിടുന്ന് 1000 കിട്ടുന്ന വിചാരിച്ചത്, അവർ 900 തന്നുള്ളൂ, 100 രൂപയുടെ കമ്മീഷൻ എടുത്തിട്ടേ തന്നുള്ളൂ എന്ന് വിചാരിക്കുക. പേടിക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ തരാം. ഭഗവാൻ പറയുകയാണ്, ഫലം കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കർമ്മം ചെയ്തോളൂ, ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം എത്രയാണ് എന്നുള്ളത് അല്ലേ. ഏൽപ്പിച്ച ആള് ചിലപ്പോൾ കണ്ടോളണമെന്നില്ല, അല്ലെ പണി ഏൽപ്പിച്ച് പോയിട്ടുണ്ടാവും. പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചെന്നാൽ കൂലി കൊടുത്ത് പറഞ്ഞേക്കും. പണിയെടുക്കുന്നിടത്ത് മുഴുവൻ ഈ ഏൽപ്പിച്ച ആൾ പിന്നാലെ ഉണ്ടാവുക ഇല്ല. പക്ഷേ ഭഗവാൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അതിനനുസരിച്ചുള്ള ഫലം ഞാൻ തന്നോളാം. അതെന്താണ്? സൽക്കർമ്മമാണെങ്കിൽ സൽഫലം തന്നോളാം, ദുഷ്കർമ്മമാണെങ്കിൽ ദുഷ്ഫലവും തരും ഞാൻ, അല്ലേ. ഫലം തരാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കൈപ്പയ്ക്ക നുറുക്കി ഉപ്പേരി വെച്ചിട്ട് അതിന് മധുരം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അതിന് കയ്പ ഉണ്ടാവുള്ളൂ. ചേന നുറുക്കിയിട്ട് കയ്യിന് നല്ല സുഖം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? മാങ്ങ നുറുക്കുകയാണെങ്കിൽ കയ്യിന് നല്ല സുഖമാവും, അല്ലേ. പഴുത്ത മാങ്ങയൊക്കെ നുറുക്കി കഴിഞ്ഞാൽ കയ്യിൻ്റെ വിരലൊക്കെ വായിൽ ഇട്ട് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവും. എന്നാൽ ചേന നുറുക്കിയിട്ടാണെങ്കിലോ അത് പറ്റും. അതിൻ്റെ സ്വഭാവം അത് കാണിക്കും. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ അനുഭവിക്കണത്. അത് സൽക്കർമാണെങ്കിൽ സദ്ഫലം അനുഭവിക്കും, ദുഷ്കർമാണെങ്കിൽ ദുഷ്ഫലം അനുഭവിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന വാക്ക് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദുഷ്കർമ്മ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ദുഷ്കർമ്മമാണ്. ഇപ്പം നമ്മൾ ഇവിടെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുക ചെയ്യണത്. അത് സൽക്കർമ്മമാണ്. കാരണം എന്താ? ആ കഥ കേൾക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് സൗകര്യം ചെയ്ത് മിണ്ടാണ്ടിരിക്കുക ചെയ്യണത്. എന്നാൽ അതിനു പകരം അതിനിടയിൽ നിന്ന് വർത്തമാനം പറയുകയാണെന്നുണ്ടെങ്കിലോ ആളുകൾ ആ വർത്തമാനവും കേൾക്കുക. അപ്പോൾ അത് കഥ കേട്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, പറയുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പറയുന്നവർക്ക് മൈക്കയുടെ മുമ്പിലാവുക കാരണം അവർക്ക് കുറച്ച് ശബ്ദം കൂട്ടി അത് പറയാം, കുഴപ്പമില്ല. കേൾക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാക്കിയാൽ മതി. അതിനെ ഓട്ടൂര് ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. അന്യന്മാർക്കു ഗുണം വരാൻ ഇടവിടാതെ എന്തെങ്കിലും ചെയ്യണം, തന്നെ കൊണ്ടൊരു ഉപദ്രവം വരരുതേ മറ്റാർക്കും എന്നോർക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ 2 കാര്യം ചിന്തിക്കുക. അന്യന്മാർക്ക് എന്തെങ്കിലും ഗുണം വരാനാണോ എൻ്റെ കർമ്മം? എനിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് വലിയ പുണ്യമൊന്നുമില്ല. കാരണം എന്താ? അവനവന് വേണ്ടി മാത്രമാണ്. ഇനി മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാവുമെന്നുണ്ടെങ്കിൽ ധാരാളം ചെയ്തോളൂ. കാരണം അവനവന് മാത്രമല്ല, മറ്റുള്ളവർക്കും ഗുണമാണ്. ഇനി മറ്റാർക്കെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കർമ്മവും ചെയ്യരുത്, ഒരു വാക്കും പറയരുത്. മറ്റുള്ളവർക്ക് വിഷമുണ്ടാക്കണ ചിന്തകൾ പാടില്ല. പറ്റുന്നുണ്ടെങ്കിൽ അന്യന്മാർക്ക് ഗുണം വരാൻ വേണ്ടിയിട്ട് ഇടപെടാതെ എന്തെങ്കിലും ചെയ്യുക. അതിന് പറ്റിയൊരു മാർഗമാണ് നാമജപം. നാമജപം എവിടെ ഇരിക്കുമ്പോഴും നാമം ജപിക്കാം. അതുകൊണ്ട് ഈ നാമം ജപിക്കുന്ന ആൾക്ക് ഗുണമുണ്ട്, നാമം ജപിക്കുന്ന സ്ഥലത്തിന് ഗുണമുണ്ട്, നാമം കേൾക്കുന്ന ആൾക്കും ഗുണമുണ്ട്. കുറച്ച് ഉറക്ക ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കും കൂടി കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് കൂടി ഗുണമുണ്ട്. അതിനല്ലേ ഇപ്പോൾ ഈ മൈക്കൊക്കെ വെച്ചിരിക്കണത്. ഇപ്പം ഇവിടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മാത്രം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ മൈക്കയുടെ ആവശ്യമില്ല. അത് പുറമെ പല പല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഭഗവാന്റെ കഥ അവരുടെ കർമ്മങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കച്ചവടക്കാർ കച്ചവടം നിർത്തി ഇവിടെ ഒന്നിരിക്കാൻ പറ്റുമോ? നാളികേരം മുട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവർക്ക് നാളികേരം വെട്ടുകൊണ്ട് ഇവിടെ ഒന്നിരിക്കാൻ പറ്റുമോ? ഇല്ല.
ഓരോരോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വരാരാധനയ്ക്ക് അവസരം ഒരുക്കുക. അത് തന്നെയാണ് വലിയ സൽക്കർമ്മം. അനവധി ആചാര്യന്മാരെ കൊണ്ടുവന്ന് അവരുടെ വാക്കുകളിലൂടെ ഭഗവത് കഥകളെ, രാമായണത്തെ പറയുക. അപ്പം ഇന്ന് തൊഴാൻ വന്ന ആൾക്കാരാവില്ല നാളെ വരിക, നാളെ വന്ന ആൾക്കാരാവില്ല ചിലപ്പോൾ അടുത്ത ദിവസം വരിക. അപ്പോൾ വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ ആചാര്യന്മാരിൽ നിന്നും ഒരേ കഥകൾ കേൾക്കുക, രാമായണ കഥ. പക്ഷേ രാമായണ കഥയുടെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, അതിൽ ഹനുമാൻ സ്വാമിയുടെ മഹത്വം, ലീലകള്. ഇവിടെ സുന്ദരകാണ്ഡത്തിലെ നായകൻ ഹനുമാൻ സ്വാമിയാണ്. സകല ശുക കുലവിമല, എത്ര ഭംഗിയായിട്ടാണ് ആ സുന്ദരകാന്ഡം. മറ്റു കാണ്ഡങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട് ആ സുന്ദരകാന്ഡ രചനയ്ക്ക്. അവിടെയും ഹരിശ്രീ ഗണപതയേ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാണ്ഡങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഹരിയെ ആരാധിക്കുക, ശ്രീ ഐശ്വര്യമുണ്ടാവും. ഗണപതിയെ വന്ദിച്ചും കൊണ്ട് തന്നെയാണ് ആരായി കഥ പറയണത്? പരമേശ്വരന. ഈ ശ്രീമദ് രാമായണേ ഉമാമഹേശ്വര സംവാദേ എന്ന് പറഞ്ഞിട്ടല്ലേ ഓരോ കാണ്ഡങ്ങളും സമർപ്പിക്കണത്. അപ്പൊ ഈ രാമായണ കഥ പറയുന്ന എഴുത്തച്ഛനോ അല്ലെങ്കിൽ അധ്യാത്മരാമായണം എഴുതിയ വേദവ്യാസനോ മാത്രമല്ല, രാമായണം പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്രീപരമേശ്വരൻ പോലും ഗണപതിയെ വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്വന്തം മകനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാർവതിയുടെ കല്യാണത്തിന് പോലും പാർവതി ഗണപതിക്ക് നിവേദിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. ഗണപതി ഉണ്ടാവണേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഗണപതിക്ക് അപ്പോൾ അവിടെയൊക്കെ നിവേദിച്ചിട്ടാണ് അത്രേ പാർവതി കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയത്, അല്ലേ? അപ്പൊ അതിനു മുമ്പ് തന്നെയുണ്ട് ഗണപതി. ആനയുടെ മുഖം കൊടുത്തിരിക്കുന്നത് തടസ്സങ്ങളൊക്കെ വരുമ്പോൾ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ നീക്കാൻ വേണ്ടിയിട്ടാ. ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? പക്ഷെ നമ്മളവിടെ എത്തുമ്പോഴേക്കും തടസ്സം ഇവിടുന്ന് വഴി മാറിയിട്ടുണ്ടാവും. ആരാ മാറ്റുന്നത്? ഗണപതി തുമ്പിക്കൈയോണ്ട് ഇങ്ങനെ മാറ്റുകയാണേ, നമുക്ക് തടസ്സമില്ലാണ്ട് പോകാൻ വേണ്ടി. തടസ്സം ഉണ്ടാക്കുന്നവരൊക്കെ പിടിച്ച് മാറ്റിക്കോളും. സമുദ്രലംഘനം എന്നുള്ളത് കർമ്മമാണ് ആരംഭിക്കുന്നത്. ലവണ ജലനിധി ശതയോജനാവിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. ആ ഉപ്പ് ജലത്തിൻ്റെ ആ കേന്ദ്രം കടല് ചാടാനായിട്ട് 100 യോജന ചാടാനായിട്ട് ഒരുങ്ങുക. അതിന് കഴിവ് ആദ്യം മനസ്സിലുണ്ടാക്കി ഗുരുനാഥനായിട്ടുള്ള ജാമ്പവാൻ. ഹനുമാൻ, നിനക്ക് മാത്രമേ കഴിയുള്ളൂ. 100 യോജന ഈ ദൂരം നിന്നെ സംബന്ധിച്ച് വളരെ ചെറുതാണ്. കാരണം ഹനുമാൻ സ്വാമി ജനിച്ച സമയത്ത് തന്നെ 500 യോജന ചാടിയ ആളാണ് സൂര്യൻ്റെ അടുത്തേക്ക്. ലോകത്തിന് മുഴുവൻ ചൂട് കൊടുക്കുന്ന, പ്രകാശം കൊടുക്കുന്ന, ഇത്രയും ദൂരെ നിന്ന് സൂര്യൻ ചൂട് കൊടുക്കുമ്പോഴും നമ്മൾക്ക് ആ ചൂട് ചിലപ്പോൾ സഹിക്കാൻ പറ്റണില്ല, കനത്ത ചൂട് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള സൂര്യനെ വിഴുങ്ങാനായിട്ട് നമുക്ക് ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് 100 ഡിഗ്രി ചൂടുണ്ടാവും. തിളച്ച വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുമോ? തിളച്ച വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? ആ ഒരു ചൂട് നമുക്ക് കഴിക്കാൻ പറ്റണില്ല. അങ്ങനെയാണ് ഈ ലോകത്തിന് മുഴുവൻ ചൂട് കൊടുക്കുന്ന സൂര്യനെ വിഴുങ്ങാനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ചാട്ടം. 500 യോജന ചാടി ജനിച്ച ഉടനെ അങ്ങനെയുള്ള നിനക്ക് ഈ 100 യോജനയാണ് എന്താ പ്രയാസമുള്ളത്? പിന്നെ ഒരാപത്തും നിന്നെ ബാധിക്കില്ല എന്ന് സകല ദേവന്മാരും അനുഗ്രഹിച്ചിട്ടുണ്ട്. വരുണൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ മുങ്ങി മരിക്കില്ല ഹനുമാൻ, എത്ര കാലം വെള്ളത്തിനടിയിൽ കിടന്നാലും. ഭൂമി അനുഗ്രഹിച്ചിട്ടുണ്ട്, ഭൂഗുരുത്വം ബാധിക്കില്ല. അങ്ങനെ ചാടുന്ന സമയത്ത് നമ്മളൊക്കെ വീഴാൻ കാരണം എന്താ വെച്ചാൽ ഭൂഗുരുത്വം കൊണ്ടാണ്. ഭൂഗുരുത്വം ഹനുമാനെ ബാധിക്കില്ല, അതുകൊണ്ട് പറക്കാൻ പ്രയാസമൊന്നുമില്ല. അഗ്നി അനുഗ്രഹിച്ചിട്ടുണ്ട്, തീപ്പൊള്ളൽ ഏൽക്കില്ല. ബ്രഹ്മാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, ബ്രഹ്മാസ്ത്രം ഏൽക്കില്ല. ഇനി അഥവാ ചിലപ്പോൾ ഏറ്റാലും ഒരു നാഴിക കൊണ്ട് അത് അഴിഞ്ഞു പോയിക്കോളും. ഒരാൾക്കും പിടിച്ച് കെട്ടാൻ പറ്റില്ല, ഹനുമാനെ ബന്ധിക്കാൻ പറ്റില്ല, ബന്ധനത്തിൽ പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള കഴിവുകളെ ഒരു ഗുരുനാഥൻ കാണിച്ചു തരുമ്പോഴാണ് അതിനുവേണ്ടി ശ്രമിക്കാൻ പുറപ്പെടുക. നമ്മളും കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ രാമായണം ഇരിക്കുന്നത് കണ്ട് പോയെടുത്ത് വായിക്കുകയാണോ ചെയ്തത്? മറ്റുള്ളവർ വായിക്കണത് കണ്ടിട്ട്, മറ്റുള്ളവർ വായിക്കണത് കേട്ടിട്ട് ഒന്ന് വായിച്ചു നോക്കൂ. ഒന്നുകിൽ വായിക്കാനുള്ള ഒരു മോഹം ചെറുതായിട്ട് മറ്റുള്ളവർ വായിക്കണത് കേൾക്കുമ്പോൾ ഇവരൊക്കെ വായിക്കണ്ടോ,
അവർക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ശ്രമിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളും രാമായണം വാങ്ങാനും വായിക്കാനും അങ്ങനെ പതുക്കെ ശ്രമിച്ചതാണ്. അപ്പോൾ അറിവുള്ളവർ നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി പറഞ്ഞു തരും, അതിനുവേണ്ട പ്രോത്സാഹനം തരും. അവരാണ് ഗുരുനാഥന്മാർ, നല്ല മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്നവർ. ഹനുമാൻ സ്വാമിയെ ജാമ്പവാൻ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഹനുമാൻ പറഞ്ഞു, ഞാനങ്ങോട്ട് ചാടിയിട്ട് രാവണനെ ഒക്കെ നിഗ്രഹിച്ച് ലങ്കയെ തകർത്ത് സീതാദേവിയെ എടുത്തുകൊണ്ടുവന്ന് ശ്രീരാമൻ്റെ മുമ്പിൽ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, അത്രയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. സീതാദേവിയെ രക്ഷിച്ചു കൊണ്ടുവരാൻ, ലങ്കയെ തല്ലി പൊട്ടിക്കാൻ ഹനുമാൻ നിനക്ക് പറ്റും, പറ്റായല്ല. പക്ഷേ അത് രാമന് മോശ. കാരണം സീതാദേവിയെ വേറൊരാൾ കൊണ്ടുകൊടുത്തു. ആ സീതാദേവിയെ രാമൻ പോയി വീണ്ടെടുക്കുമ്പോഴാണ് രാമവീര്യം ലോകത്തിന് മനസ്സിലാവുക. അടുത്ത് ഹനുമാനാണ് ലങ്കയെ മുഴുവൻ ചുട്ടുപൊട്ടിച്ചത്, തകർത്തത് രാവണനെ കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രാമൻ്റെ കാട്ടിലേക്ക് വരവിൻ്റെ ഉദ്ദേശം എന്താ? രാവണ നിഗ്രഹമാണ്. ഒരു മനുഷ്യനെ കൊണ്ടേ വധിക്കാൻ സാധിക്കുള്ളൂ. ജാമ്പവാൻ ചരിത്രം ഒരുപാട് അറിയുന്ന ആളാ. രാവണനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് രാവണന്റെ പുത്രന്മാരെയൊക്കെ കൊല്ലണം. ഒരു കാര്യം ചെയ്യൂ, രാവണന്റെ ഒരു മകനെ നീ കൊന്നോളൂ എന്ന് പറഞ്ഞു. ഉത്തരേ ഒരവസരം കൊടുത്തു. ആരെങ്കിലും ഒരാളെ കൊല്ലാൻ അവസരം തരണ്ട്. എന്നാൽ രാവണന്റെ ഒരു മകനെ കൊന്നോളൂ. മൂത്ത മകനെ കൊല്ലാൻ പറ്റില്ല. അത് ശ്രീരാമനെ കൊണ്ടോ ഹനുമാനെ കൊണ്ടോ സുഗ്രീവനെ കൊണ്ടോ ജാമ്പവാനെ കൊണ്ടോ ഒന്നും കൊല്ലാൻ പറ്റില്ല. എന്താ ചോദിച്ചു? വരം വാങ്ങിയിട്ടുണ്ട്. മേഘനാഥൻ ഇന്ദ്രജിത്ത് വരം വാങ്ങിയിട്ടുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം ഉണ്ണാതെ ഉറങ്ങാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ തന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് വരം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ ഹനുമാൻ നിനക്ക് പറ്റില്ല. ഇന്ദ്രജിത്തിനെ കൊല്ലാണ്ട് രാവണനെ കൊല്ലാൻ പറ്റുമോ? അതില്ല. അപ്പോൾ അതുകൊണ്ട് രാവണോധം കാര്യങ്ങളൊന്നും നീ ഇപ്പോൾ ചെയ്യണ്ട. ഇപ്പോൾ സീതാന്വേഷണം, സീത എവിടെയാണെന്ന് കണ്ടെത്താനാണ് രാമൻ പറഞ്ഞത്. നമ്മുടെ ഒരാൾ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ച കാര്യം ചെയ്താൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുക. ശ്രീരാമൻ സുഗ്രീവൻ പറഞ്ഞേച്ചത് സീതാദേവി എവിടെയാണെന്ന് കാണുക, ആ ശ്രീരാമൻ തന്ന മുദ്രമോതിരം കൊടുക്കുക, അടയാളവാക്യത്തെ പറയുക. സീതാദേവിയെ കണ്ടു എന്നുള്ളതിന് തിരിച്ചെന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരിക. ആ വിവരം ശ്രീരാമചന്ദ്രനെ അറിയിക്കുക, അത്രേ വേണ്ടൂ. എന്നാൽ ശരി, ഞാൻ ചാടാൻ പോവുകയാണ് എന്ന് ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനാൽ. ദശവദനപുരി ലങ്കാപുരിയെ മനസ്സിലുറപ്പിച്ചും കൊണ്ട് ചാടി എന്നാണ്. ലക്ഷ്യം, ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം വേണം അല്ലേ? ഇപ്പോൾ ഇന്നിപ്പോൾ പ്രഭാഷണം തുടങ്ങി, ആ പ്രഭാഷണം തുടങ്ങി, അപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. എന്താ? ഒരു 12 മണി ആവുമ്പോഴേക്കും നിർത്തണമെന്നും. പിന്നെ ഇന്നും നാളെയുമായിട്ട് ഹനുമാന്റെ വീര്യങ്ങൾ ആണ് പറയേണ്ടത്. സമുദ്രലംഘന എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം. അപ്പോൾ നാളെ ആ ഹനുമാൻ രാവണ സന്നിധിയിൽ, അപ്പോൾ ലങ്കയിലേക്ക് ഹനുമാൻ ആ മഹേന്ദ്രഗിരിയിൽ നിന്നും ചാടുന്നത് മുതൽ രാവണന്റെ സന്നിധിയിലെത്തി അവിടെ പറയുന്ന കാര്യങ്ങൾ വരെ. പിന്നീട് രാവണന്റെ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തുന്നതും ലങ്കാദഹനം ഒക്കെ പിന്നെ അടുത്ത വിഷയമാണ്. അപ്പോൾ അതിലേക്ക് കിടക്കേണ്ടതില്ല അല്ലേ? നമ്മൾ ഏൽപ്പിച്ച ആ ഒരു കർമ്മത്തെ ചെയ്യുക. ഹനുമാൻ ചാടി നേരെ. ലക്ഷ്യം എവിടെയാണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ആദ്യം വേണം അല്ലെ? ഏതൊരു കാര്യത്തിനും ആ ചാട്ടത്തിന്റെ ലക്ഷ്യം എന്താ? ലങ്കയിൽ എത്തുക എന്നുള്ളത്. ഹനുമാൻ അങ്ങോട്ട് ചാടിയപ്പോഴേക്കും രാമനാമം ജപിച്ചുകൊണ്ട് ചാടുമ്പോ ഹനുമാന്റെ ബലത്തെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ദേവന്മാര് ഒരുങ്ങുകയാണ്. ഹനുമാന്റെ ബലത്തെക്കുറിച്ച് ദേവന്മാർക്ക് സംശയമൊന്നുമില്ല. ഈ ദേവന്മാര് കൊടുത്ത കുറെ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹം ഹനുമാനിൽ എങ്ങനെയാണ് ഫലിക്കുന്നത്, ആ അനുഗ്രഹങ്ങളൊക്കെ ഹനുമാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ദേവന്മാര് നാഗമാതാവായിട്ടുള്ള സുരസയെ പറഞ്ഞയച്ചു. കശ്യപ പ്രജാപതിയുടെ 13 ഭാര്യമാരിൽ ഒരാളാണ് സുരസ. ദക്ഷയാഗത്തിലെ ദക്ഷൻ. ചിലരെ ഈ സുരസയെ ദുഷ്ടയായിട്ടോ രാക്ഷസിയായിട്ടോ അങ്ങനെയൊക്കെ ചിലർ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. സുരസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കേമായിട്ടുള്ള സ്ഥാനമാണ്.
ദക്ഷയാഗത്തില് ദക്ഷന് ആ ശിവനെ നിന്ദിച്ചിട്ട് തല പോയ സമയത്ത് ആടിൻ്റെ തല വെച്ചപ്പോൾ ഭഗവാനെ ഭജിക്കണം സ്തുതിക്കണം എന്നൊരു മോഹം. ഈ ആടിൻ്റെ തല വെച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ പറ്റൂ? ആടിൻ്റെ വായിൽ നിന്ന് മയമേ എന്നുള്ള ശബ്ദം മാത്രമേ വരുള്ളൂ. അപ്പം ആ ഒരു ശബ്ദവുമായിട്ട് ആ ദക്ഷൻ ചിന്തിച്ചു, എനിക്ക് ഈശ്വരനെ ആരാധിക്കാനായിട്ട് ഒരു ജന്മം വേണം. അങ്ങനെയാണ് പ്രചേതസ്സുകളുടെ മകനായിട്ട് ഈ ദക്ഷൻ വീണ്ടും ജനിച്ചു. പ്രാചേതസ് ദക്ഷൻ എന്ന് പറഞ്ഞു. അവിടെ ഭഗവാനെ തപസ് ചെയ്യുകയൊക്കെ ചെയ്തു. ഹംസഗുഹ്യം എന്ന മന്ത്രം ജപിച്ച് ഭഗവാനെ തപസ് ചെയ്ത് അനുഗ്രഹമൊക്കെ വാങ്ങി. 3 തവണ സൃഷ്ടി നടത്താനായിട്ട് അനുഗ്രഹം. മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി, പുത്രന്മാരവിടെ ഉണ്ടാവും. ആദ്യം ഭഗവാനെ ചിന്തിച്ചു 10,000 പുത്രന്മാരുണ്ടാവട്ടെ എന്ന് ചിന്തിച്ചപ്പോഴേക്കും അവിടെ 10,000 പുത്രന്മാരവിടെ ഉണ്ടായി. അവരാണ് ഹരീശ്വന്മാർ. അവരെ തപസ്സിന് പറഞ്ഞു വെച്ചു. അവർ തപസ്സിന് പോകുമ്പോഴാണ് ശ്രീനാരദ മഹർഷി അവരുടെ മുമ്പിലെത്തി വാചക്കൂടം എന്ന ഒരു 10 ചോദ്യങ്ങൾ ചോദിച്ചതും അതിൻ്റെ ഉത്തരം മനസ്സിലാക്കിയ ഹരീശ്വന്മാർ രാജ്യം ഭരിക്കാനൊന്നും പോയില്ല. ഭഗവാനെ തപസ് ചെയ്ത് നേരെ ഭഗവാന്റെ ലോകത്തേക്കാണ് പോയത്. ദക്ഷൻ വീണ്ടും കുട്ടികളെ സൃഷ്ടിച്ചു. 1000 പേര് ശബളാശ്വന്മാർ. ആദ്യത്തെ 10,000 പേര് ഹരീശ്വന്മാർ, പിന്നീടുള്ള 1000 പേര് ശബളാശ്വന്മാർ. അവരെയും തപസ്സിന് പറഞ്ഞു വെച്ചു. അവരെയും നാരദ മഹർഷി പല പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ ഉത്തരം അവർ കണ്ടെത്തി. തപസ്സിനായിട്ട് അവരും പോയി. അതിനുശേഷമാണ് ദക്ഷൻ പെൺകുട്ടികളെ സൃഷ്ടിച്ചു. 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. ഈ 60 പെൺകുട്ടികളിൽ 28 പേരെ ചന്ദ്രൻ വിവാഹം കഴിച്ചു. അവരാണ് ചന്ദ്രൻ്റെ ഭാര്യമാര്. 27 പേര് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരൻ, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖ, അനിഴം, തൃക്കേട്ടം, മൂലം, പുരാട, ഉത്രാടം, തിരുവോണ, വിട്ടം, ചതയം, പൂരുട്ടതി, ഉത്രട്ടാതി, രേവതി. ഈ 27 പേര് ചന്ദ്രന്റെ ഭാര്യമാരാണ്, ദക്ഷന്റെ പുത്രിമാരാണ്. അല്ലേ? ആരുടെയെങ്കിലും 27 ഭാര്യമാരുടെ പേരൊക്കെ ഓർമ്മ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ആരുടെ ഭാര്യയുടെ പേര് ഓർമ്മയില്ലെങ്കിലും ചന്ദ്രന്റെ ഭാര്യയുടെ പേര് ഓർത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സന്ധ്യാസമയത്ത് പേരിൻ്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നാളെ 27 ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ഭാര്യമാർ 27 പേര്. 60 പെൺകുട്ടികളുണ്ട്. 10 പേരെ ധർമ്മദേവൻ വിവാഹം ചെയ്തു. 6 പേരെ കൃശാശ്വൻ വിവാഹം ചെയ്തു. 2 പേരെ താർക്ഷ്യൻ വിവാഹം ചെയ്തു. അതിൽ 13 പേരെ കശ്യപൻ വിവാഹം ചെയ്തു. അതിൽ കശ്യപന്റെ 13 ഭാര്യമാരിലാണ് അതിഥി, ദിതി, ധനു, കാഷ്ട, സുരസ, മുനി, ക്രോധവശ തുടങ്ങിയവരൊക്കെ. അപ്പോൾ അവിടെയാണ് സുരസ ആരാ? കശ്യപന്റെ ഭാര്യയാണ്. പ്രചേതസ്സുകളുടെ മകനായ ദക്ഷന്റെ പുത്രിയാണ്. ഈ കശ്യപന്റെ 13 ഭാര്യമാരിൽ നിന്നാണ് ലോകത്ത് കാണുന്ന സകല ജീവജാലങ്ങളും ഉണ്ടായത്. കശ്യപന്റെ ഭാര്യയായിട്ടുള്ള അതിഥിയിൽ നിന്ന് ആദിത്യന്മാർ, ദേവന്മാർ, ദിതിയിൽ നിന്ന് അസുരന്മാർ, കദ്രുവിൽ നിന്ന് സർപ്പങ്ങൾ, വിനിതയിൽ നിന്ന് ഗരുഡൻ തുടങ്ങിയതായ പറവകൾ, സുരസയിൽ നിന്ന് നാഗങ്ങൾ, ശലഭയിൽ നിന്ന് ചിത്രശലഭങ്ങൾ, മാതങ്കിയിൽ നിന്ന് മാതംഗങ്ങൾ, ആനകൾ, സുരഭിയിൽ നിന്നാണ് ഗോക്കൾ ഒക്കെ ഉണ്ടായത്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് സുരസയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. കശ്യപന്റെ ഭാര്യയും നാഗങ്ങളുടെ അമ്മയുമാണ് സുരസ. ആ നാഗമാതാവായിട്ടുള്ള ആ സുരസയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് ദേവന്മാര്, സുരസയുടെ പവനസുതഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ഹനുമാനെ ബുദ്ധിമുട്ടിക്കാൻ വന്നയാള് എന്നുള്ള അല്ലെങ്കിൽ ദുഷ്ടഭാവത്തിലൊന്നും സുരസയെ ചിന്തിക്കരുത് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് അല്ലേ? കാരണം രാമായണം തുടങ്ങിയ പല കഥകളും പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളല്ലേ. ഇപ്പൊ ശ്രീരാമനെ ദുഷ്ടനായി ചിത്രീകരിക്കുന്ന പ്രഭാഷകന്മാരുണ്ട്. 2 കാര്യം അവരെടുക്കുള്ളൂ. എന്താ? ബാലി നിഗ്രഹണവും സീതയെ ഉപേക്ഷിച്ചതും. ബാക്കി രാമായണത്തിലെ ശ്ലോകങ്ങൾ 24,000 ശ്ലോകങ്ങളുണ്ട്. അതിൽ ഈ 2 ശ്ലോകം മാത്രം, ബാലിയെ ഒളിയമ്പേത് കൊന്നു, സീതയെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് രാമൻ ദുഷ്ടനാണ് എന്ന് പറഞ്ഞു രാമായണ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്. അവരൊക്കെ തല്ലി ഓടിക്കുക എന്നല്ലാണ്ട് രാമായണത്തിൽ ബാക്കി ഒന്നും അവർക്ക് അറിയില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. രാമാന്നൊരു അക്ഷരം അവരും ഉണ്ടില്ല, നാമം ജപിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ തെറ്റായി ധരിക്കരുത്.
കാരണം ഈശ്വരചിന്ത കൊണ്ട് നാട്ടുകാർക്ക് ഐശ്വര്യമുണ്ടാവണു എന്ന് കണ്ട് ഈ ഐശ്വര്യത്തെ മുടക്കാൻ വേണ്ടിയിട്ട് രാവണന്റെ പിന്മുറക്കാര് ഇപ്പോഴും ഉണ്ട്. കംസന്റെ പിന്മുറക്കാര്, ഹിരണ്യകശിപുവിന്റെ പിന്മുറക്കാര്, ഈ നാമം ജപിക്കുന്ന ഭക്തന്മാരുടെ പിന്മുറക്കാർ ഇപ്പോഴും ഇല്ലേ? നമ്മളൊക്കെ അതിൽപ്പെട്ടതല്ലേ, നാമം ജപിക്കുന്നവരല്ലേ? അപ്പോ ഭക്തന്മാരുടെ പിന്മുറക്കാരുണ്ടെങ്കിൽ ദുഷ്ടന്മാരുടെ പിന്മുറക്കാരും ഇല്ലാണ്ടിരിക്കുക ഉണ്ടാവും. പൂജ മുടക്കുന്നവര്, യാഗം മുടക്കുന്നവര്, ഇതൊക്കെ മുടക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരു ഭാഗത്ത് മുടക്കും തോറും അപ്പുറത്ത് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണു. ഒരു ഭാഗത്ത് സൽക്കർമ്മം വർദ്ധിക്കും തോറും നമ്മളിൽ സദ്ഗുണങ്ങള്, സമ്പത്ത് ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കണു. സമ്പത്ത് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് കൂടുക എന്നുള്ളതല്ല. സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം. ഏറ്റവും വലിയ സമ്പത്താണ് മനസമാധാനം. അതില്ലെങ്കിൽ പിന്നെ വേറെ എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല. കോടീശ്വരനാണ് അവരുടെ കാര്യമുണ്ടോ? ഉറങ്ങാൻ സമാധാനമില്ല. സമാധാനമില്ല അല്ലേ? രാജ്യം ഭരിക്കുന്ന ആൾക്ക് സമാധാനം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചു കുടിലത്രേ നിദ്രാസുഖം. ചെറിയ കുടിലായാലും വേണ്ടില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ മതി. ഉറക്കമില്ലാണ്ട് കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉറക്കമില്ലാണ്ടിരുന്നിട്ട് മാനസിക വിഭ്രാന്തിയാവുകയല്ല വേണ്ടത്, സമാധാനമായിട്ടിരുന്ന് ഉറങ്ങുക വേണ്ടത്. ചിലർക്ക് വീടുകളിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? കഥ കേൾക്കാൻ വന്നിരിക്കും. അപ്പോൾ സമാധാനം ഉണ്ടാവും, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒരു കുഴപ്പമില്ല കേട്ടോ. കഥ കേട്ടുകൊണ്ട് ഉറങ്ങണതിന് യാതൊരു വിരോധവും ഇല്ല, ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഉറങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ഉറക്കം 5 മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിച്ചു വരുത്തണതാണോ ഉറക്കത്തിനെ? ഇരുന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചു വരുത്തണതാണോ? ആരും വിളിച്ചു വരുത്തണതല്ല, അത് ശരീരത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ചിലപ്പോൾ നല്ല ഉറക്കക്ഷീണാവും, ചിലപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഉഷാറായി എന്ന് വരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അവിടെ കൊണ്ടുവരും, പിന്നെ പെട്ടെന്ന് ഉറങ്ങുമൊന്നുമില്ല, പിന്നെ സുഖമായിട്ട് ഇരുന്ന് സുഖമായിട്ടിരിക്കുകയും ചെയ്യാം അല്ലേ? ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാവും സമയത്തിൻ്റെ മണി അടിക്കണത്. 1 മണിക്കൂറായില്ലേ, സമയത്രയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉണരും. അപ്പം ഈ ശബ്ദം കേട്ടാൽ ഉണരുക എന്നുള്ളതും, എന്നിട്ട് ശബ്ദം കേട്ടാൽ ഉണർന്നോളണം എന്നുണ്ടോ? ഇപ്പോൾ മൊബൈൽ അലാറൊക്കെ വെച്ച് കിടക്കാറുണ്ട്. അലാറിനടിച്ചിട്ടും ഉണരാണ്ടിരിക്കുന്നവരില്ലേ? അപ്പം ഇതൊന്നും ആരുടെയും കുറ്റമൊന്നുമല്ല. ചിലർ കാണാൻ കഥ കേട്ടിരുന്ന് ഉറങ്ങുന്നവരൊക്കെ കുറ്റം പറഞ്ഞത്. അവർ കഥ കേൾക്കാൻ പോയാൽ ഉറങ്ങിക്കോട്ടെ, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിവില്ല വിചാരിച്ചിട്ട്. നമുക്ക് കഥ കേട്ട് ഉറങ്ങാൻ കഴിവില്ല, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നാണ് കഴിവ്. അപ്പം എനിക്കുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്കുള്ള കഴിവ് എനിക്കുണ്ടാവില്ല. നിങ്ങൾക്ക് ഭംഗിയായിട്ടിരുന്ന കഥ കേൾക്കാൻ പറ്റണോ? എനിക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് പറയാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഉറക്കം വന്നു എന്ന് വരും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകേടും അത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വാഹനം ഓടിക്കാൻ കഴിവുള്ള ഒരാൾക്ക് നല്ല പാചകം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ? ചിലപ്പോൾ ഇത് രണ്ടും പറ്റുന്ന ആളുണ്ടാവും. നല്ല പാചകം ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഞാൻ സദ്യ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം, വണ്ടി ഓടിക്കാനൊന്നും എനിക്ക് വയ്യ അല്ലെ? കഴിവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരാളുടെ കഴിവോ മറ്റൊരാളുടെ കഴിവുകേടോ നിന്ദിക്കാൻ ഒരിക്കലും പാടില്ല. ഈ ഓരോരുത്തരുടെയും കർമ്മം ഒരാളും തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യണില്ല അല്ലേ? നമ്മളെപ്പോലുള്ളവരൊന്നും അല്ലേ? ചില ദുഷ്ടന്മാരുണ്ട്, ഇല്ല എന്നല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച്. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരാളെ അറിയാണ്ട് തട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഞാൻ എന്തായാലും തട്ടാൻ പോവുകയാണ്, അയാളെ വേദനിപ്പിക്കാൻ പോവുകയാണ് എന്ന ചിന്തയോടുകൂടിയല്ല, നടക്കുമ്പോൾ അറിയാണ്ട് തട്ടി പോവുകയാണ്. അത് മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം, അത് ജന്മസിദ്ധമായിട്ടുള്ളതാണ് കൈപ്പിഴ. അതുപോലെ വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ നാവിൽ നിന്നും എന്തെങ്കിലും അബദ്ധം ചിലപ്പോൾ തെറ്റായിട്ട് വരിക, അതൊക്കെ ഉണ്ടാവും. കാരണം 32 പല്ലുകൾക്കിടയിൽ ഒരു നാവല്ലേ? ഈ 32 പല്ലുകളുടെ കടി കൊള്ളാണ്ട് എത്ര ശ്രദ്ധിച്ച് വേണമെന്നറിയോ നാവിന് സഞ്ചരിക്കാൻ? കടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അവനവൻ്റെ പല്ലാണ്, അടിച്ചു കൊഴിക്കാൻ പറ്റുമോ? മറ്റൊരാളുടെ വേണമെങ്കിൽ പല്ല് അടിച്ചു കൊഴിക്കാൻ പറ്റും. ഇത് നമ്മുടെ പല്ല് തന്നെയാണ് നമ്മുടെ നാവിനെ വേദനിപ്പിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല, സഹിച്ചുകൊള്ളുക. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വർത്തമാനം പറയണമെന്ന് പറഞ്ഞാൽ എന്താ? ദോഷം ഉണ്ടായിട്ടൊന്നുമില്ല, അവനവൻ്റെ നാവ് അവനവൻ്റെ പല്ല് കൊണ്ട് കടിക്കാണ്ട് നോക്കണം അല്ലേ? ചിലപ്പോൾ ഭക്ഷണം കടിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നാവ് അറിയാണ്ട് കടിച്ചു പോവും. അപ്പോൾ അല്ലേ, മലരിൽ പതിരും വാക്കിൽ പിഴയും, അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ സുരസ ഹനുമാന്റെ മാർഗം മുടക്കാനായിട്ട് വന്നു. മുമ്പിൽ വന്നിട്ട് പറയുകയാണ്,
ഈ വഴിക്ക് പോകുന്ന ആരായാലും എൻ്റെ വായിൽ കയറണം. കണ്ടീലയോ ഭവാൻ എന്നെ കപീവര, ഭയരഹിതം ഇതുവഴി നടക്കുവാറുകളെ ഭക്ഷിപ്പതിന്നോ മാം കൽപ്പിച്ചതീശ്വരൻ. ഈ വഴിക്ക് ഭയമില്ലാണ്ട് പോകുന്നവരെ ഭക്ഷിക്കണം. അങ്ങനൊരു വാക്കവിടെ കണ്ടില്ലേ, ഭയരഹിതം ഇതുവഴി, പേടിയില്ലാണ്ട് ഈ വഴിക്ക് പോകുന്നവര്. പേടിച്ചു പോണവരെ ഭക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല അത്രേ. ചില വാക്കുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോണ്ടല്ലോ, അതിൻ്റെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ചില വാക്കുകൾ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണിലങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടും. ഭയരഹിതം ഇതുവഴി, ആ പേടിയില്ലാണ്ട് ഈ വഴിക്ക് നടക്കുന്നവരുകളെ ഭക്ഷിക്കാനാണ് എന്നെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ബ്രഹ്മാവ് പറഞ്ഞിട്ടുള്ളതാണ്. വിധിവിഹിതം, വിധിയാണ് അല്ലേ, ബ്രഹ്മാവിൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് എൻ്റെ ഭക്ഷണമായി മാറിക്കോളൂ എന്ന് പറയുക. ഒരു വിരോധമില്ല എന്ന് പറയുക ഹനുമാൻ. എനിക്ക് മറ്റൊരാളുടെ ഭക്ഷണമാവാൻ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഭക്ഷണമാവാം. പക്ഷേ താവത് കാലം പ്രതീക്ഷതേ, അമ്മ കുറച്ച് കാലം കാത്തിരിക്കണം. കാരണം ഞാനിപ്പോ രാമകാര്യാർത്ഥമായി പോകുന്നിതു. രാമന്റെ ആവശ്യത്തിന് വേണ്ടി പോവുക. എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് വെച്ചാൽ എനിക്ക് അമ്മയുടെ വായിൽ കയറാൻ ഭക്ഷണമാവാൻ യാതൊരു മടിയില്ല. ഇത് ശ്രീരാമന്റെ ആവശ്യാർത്ഥം പോവുകയാണ്. അതുകൊണ്ട് കാത്തിരിക്കണം. ഞാൻ പേടിച്ചോടൊന്നുമില്ല, പേടിയൊന്നുമില്ല എനിക്ക് അമ്മയുടെ ഭക്ഷണമാവാൻ വേണ്ടി അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പല കൃമികൾക്കും ഭക്ഷണമായിട്ട് മാറുകയാണ് ചെയ്യുക ഈ ശരീരം. അപ്പം ഇത് അമ്മയുടെ വായിലേക്ക് കയറാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷേ രാമകാര്യാർത്ഥത്തിന് വേണ്ടി പോകുമ്പോൾ എന്നോട് ഒരു കരുണ കാണിക്കണം, എനിക്ക് സമയം തരണം. രാമന്റെ കാര്യം സാധിച്ചു വന്നതിന് ശേഷം സീതാദേവി ലങ്കയിലുണ്ട് അല്ലേ. പിന്നെ അവിടുന്ന് അങ്ങനെ രാമായണം പറയുകയാണ്. ഈ രാമായണ ഗ്രന്ഥത്തിൽ ഒരുപാട് തവണ രാമായണം പറയുന്നുണ്ട്. എത്രയോ തവണ രാമായണം പറയുന്നുണ്ട്. വാനരന്മാര് അന്വേഷിച്ച് പോണ സമയത്ത് സ്വയംപ്രഭ കാണുന്നുണ്ട്. ആരാ ചോദിക്കുമ്പോൾ അവിടെ മറുപടി പറയുന്നുണ്ട്, രാമ കഥ മുഴുവൻ പറയുന്നുണ്ട്. ആ കോസലദേശത്ത്, ദക്ഷിണ കോസലദേശത്ത് അയോധ്യ എന്ന പട്ടണത്തെ തലസ്ഥാനമാക്കിയും കൊണ്ട് ദശരഥൻ എന്നൊരു രാജാവ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 3 ഭാര്യമാര് 4 മക്കള് എന്ന് പറഞ്ഞ് രാമായണ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ രാമായണം ചുരുക്കി 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 പറയുക. എത്രയോ തവണ ഈ രാമായണത്തിൽ കാണാം. ഈ രാമകഥ കേട്ടപ്പോൾ സമ്പാദിയോട് ഇവരിപ്പോൾ രാമകഥ പറഞ്ഞിട്ടേ ഉള്ളൂ. ആ രാമന്റെ കഥ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ജഡായുവിൻ്റെ ഒരു പേര് പറഞ്ഞപ്പോഴാണ് ആ ജഡായുവിൻ്റെ തൻ്റെ അനിയനാണ് എന്നും ശ്രീരാമന്റെ മടിയിൽ കിടന്നിട്ടാണ് ജഡായുവിന് മരിക്കാൻ സാധിച്ചത് എന്നൊക്കെ കേട്ട് ആ ജഡായുവിന് വേണ്ടി പിതൃകർമ്മങ്ങളൊക്കെ സമ്പാദി അനുഷ്ഠിച്ചത്. അപ്പോൾ രാമായണം ഇവിടെ പറഞ്ഞു കൊടുക്കുക. രാമൻ കാട്ടിൽ സീതയോടുകൂടി വസിക്കുമ്പോൾ സീതയെ കട്ടുകൊണ്ടുപോയി ആ സീതയെ അന്വേഷിച്ച് വന്നതാണ് ഞങ്ങൾ. സമ്പാദി പറഞ്ഞതനുസരിച്ച് ലങ്കയിലിരിക്കുന്ന സീതാദേവിയെ കാണാൻ പോവുകയാണ്. കണ്ട വിവരം ശ്രീരാമനെ ചെന്ന് അറിയിച്ച് തിരിച്ചു വന്ന് അമ്മയ്ക്ക് ഭക്ഷണമായിക്കോളാം എന്ന് ഹനുമാൻ പറയുകയാണ്. പക്ഷേ പറ്റണില്ല, സമ്മതിക്കണില്ല. ഇവിടെ ഹനുമാൻ അങ്ങനെ പറയാൻ വേറൊരു കാരണം എന്താ വെച്ചാൽ, ഒരു സ്ഥലത്ത് ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിച്ചോളണം എന്നാ. ഇപ്പൊ കടാമ്പുഴ അമ്മയെ തൊഴാൻ പോണ സമയത്ത് ആ പടി ഇറങ്ങുമ്പോൾ ഷർട്ടിട്ട് കൊണ്ട് വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷേ പടി ഇറങ്ങി അകത്തേക്ക് കിടക്കുമ്പോൾ ഷർട്ട് അഴിച്ചിട്ട് വേണം എന്ന നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം. ഞാൻ ശബരിമലയിൽ ഷർട്ടിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടാമ്പുഴ അമ്മയുടെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റില്ല. അത് ശബരിമലയിൽ അങ്ങനെ ആവാം. ഷർട്ടോ പാൻറ്റോ ഇട്ടുകൊണ്ട് ശബരിമലയ്ക്ക് പോവാം. പക്ഷേ കടാമ്പുഴയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നിയമമുണ്ട് അല്ലേ. ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ പോയിട്ട് കുറച്ച് നാളികേരം മുട്ടറക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഞാൻ കടാമ്പുഴ അമ്മയുടെ ശ്രീകോവിലിൽ മുട്ടറക്കണതാണേ, അതുകൊണ്ട് ശബരിമല പോയി മുട്ടറക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഗുരുവായൂരമ്പലത്തിൽ ശ്രീകോവിലിൽ മുട്ടറക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഓരോ ദിക്കിലും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുക തന്നെ വേണം. ചില ദിക്കിലേക്ക്, ചില ഓഫീസുകളിലേക്ക് ചെരുപ്പിട്ട് കൊണ്ട് കയറി പോവുക. ചില ഓഫീസുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ചെരുപ്പ് പുറത്ത് വെക്കുക. അത് അവിടുത്തെ നിയമം, അത് പാലിക്കണം. ഇവിടെ സുരസയുടെ നിയമമാണ്. ഇതിലൂടെ ഭയമില്ലാണ്ട് പോകുന്നവരെ അവിടെ ഹനുമാനും പറയാൻ സാധിച്ചു തനിക്ക് ഭയമില്ല എന്നുള്ളത്. അതിന് പകരം ഹനുമാൻ പേടിച്ചിട്ട് അയ്യോ അമ്മേ എന്നെ വെറുതെ വിടണേ, എന്നെ കൊല്ലരുതേ, എന്നെ ഭക്ഷണമാക്കരുതേ എന്ന് പേടിച്ച് വിലപിക്കുകയാണെന്നുണ്ടെങ്കിൽ സുരസ ഭക്ഷിക്കുകയോ? കാരണം ഭയരഹിത ഇതുവഴി പോകുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിയില്ലാണ്ട് പോകുന്നവരെ ഭക്ഷിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പേടി ഇല്ല ഹനുമാന് എന്ന് കാണിച്ചു തന്നു.
സുരസയുടെ ഭക്ഷണമാവുന്ന എനിക്ക് പേടിയൊന്നുമില്ല. സുരസ പറഞ്ഞു, നിയമം എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല, എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്, നീ പോയി വന്നിട്ട് പോരാ. അപ്പം എന്നാ വായ തുറക്കാൻ പറഞ്ഞു അത്രേ. ശരി, വായ തുറന്നു. 10 യോജന വായ തുറന്നു. ആ സമയത്ത് ഹനുമാൻ തൻ്റെ ശരീരത്തെ വലുതാക്കി 20 യോജനയാക്കി മാറ്റി. അത് സുരസ വീണ്ടും 30 യോജനയാക്കി, ഹനുമാൻ വീണ്ടും 50 യോജനയാക്കി. സുരസ വലുതാക്കണു. 50 യോജനയോളം സുരസ വായ വലുതാക്കിയപ്പോ ഹനുമാൻ തൻ്റെ രൂപത്തെ വളരെ ചെറുതാക്കി. ഒരു ചെറിയൊരു വിരല് പോലെ ചെറുതാക്കിയിട്ട് ഈ വഴിക്ക് പോകുന്ന ആളുകൾ അമ്മയുടെ വായയിൽ പ്രവേശിക്കണം എന്നല്ലേ പറഞ്ഞത്? വായയിൽ പ്രവേശിക്കാൻ ഞാൻ എന്നെ ഭക്ഷണമാക്കാൻ പറ്റുകയാണെങ്കിൽ ഭക്ഷണം ആയിക്കോളൂ എന്ന് പറഞ്ഞത്. ഹനുമാന്റെ വേഗത എത്രയാണെന്നറിയില്ലേ? വായുവേഗം എന്നാ പറയുക. ആ സുരസയുടെ വായയിലേക്ക് അങ്ങോട്ട് കയറി ആ കണ്ഠത്തിന്റെ അടുത്ത് വരെ അങ്ങോട്ട് എത്തി തിരിച്ചിങ്ങോട്ട് വന്നു. സുരസയ്ക്ക് വായ അടയ്ക്കുമ്പോഴേക്കും ഹനുമാൻ പുറത്തെത്തിയിട്ടുണ്ട്. മനോജവം മാരുതതുല്യവേഗം. ആ ഹനുമാന്റെ വേഗതയെ ഒരാൾക്കും കണക്കാക്കാൻ പറ്റില്ല, ഒരാൾക്കും ആ വേഗതയെ തടുക്കാൻ പറ്റില്ല. കാരണം 50 യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്കയിലേക്കുള്ള ആ കടലിന്റെ ദൂരം 100 യോജനയുണ്ട്. അപ്പൊ ഏതാണ്ട് അതിന്റെ പകുതിയോളം വലുപ്പത്തില് വായ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വായ അടയ്ക്കാണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയം കൊണ്ട് അകത്ത് കയറി പുറത്തേക്ക് വന്നു. ഞാൻ അമ്മയുടെ വായയിൽ കയറി അല്ലേ, ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, വായയിൽ കയറണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയുടെ വായയിൽ കയറി പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ആ സുരസ വായ എടുത്ത് നോക്കുമ്പോ ഹനുമാന്റെ ആ മഹത്വം, ബുദ്ധിവൈഭവം മനസ്സിലാക്കിയിട്ട് അനുഗ്രഹിക്കുകയാണ്. തതനു ലഘുതരമവനോ മുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. അമ്മയുടെ വായന്ന് പുറത്തേക്ക് വന്നിട്ട്, സുരസയുടെ വായന്ന് പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ശൃണു സുമുഖി സുരസ സുര സുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ശുംഭ ശുഭ ഭുജംഗമാതാവേ നമോസ്തുതേ. ഭുജംഗമാതാവ്, പാമ്പുകളുടെ അമ്മയായിട്ടുള്ള ആ സുരസയെ നമസ്കരിക്കുകയാണ്. അമ്മയുടെ വായയിൽ കയറി ഞാൻ പുറത്തേക്ക് വന്നൂലോ. സുരസ അനുഗ്രഹിക്കുക. വരികതവ ജയമിതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുധാ രഘുപതിയോടഖിലം അറിയിക്ക. പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞാൽ, നല്ല മാർക്കോടുകൂടി ജയിച്ചു കഴിഞ്ഞാൽ അധ്യാപകർ ആ കുട്ടികളെ ഒരു അഭിനന്ദിക്കലുണ്ട്. മിടുക്കൻ, നല്ല മാർക്ക് നേടിയിട്ടോ, ഒരുവിധം അങ്ങോട്ട് ജയിച്ചു എന്നുള്ള കുട്ടിയെ നന്നായി കേട്ടോ, മിടുക്കനായി, ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത് എന്നൊന്നും പറയാറില്ല. നീ ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പേപ്പർ കൊടുക്കുകയുള്ളൂ. എന്നാൽ മുഴുവൻ മാർക്ക് വാങ്ങിയ ഒരാൾക്ക് മിടുക്കൻ എന്ന് പറഞ്ഞ മറ്റു കുട്ടികളൊക്കെ മുമ്പിൽ വെച്ച് അധ്യാപകരുടെ ഒരു അഭിനന്ദിക്കലുണ്ട്. അതാണ് ഗുരോരനുഗ്രഹം. ഗുരുനാഥന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്നായിട്ടോ ഞാൻ നടത്തിയ പരീക്ഷയിൽ നല്ല വിജയം നേടിയല്ലോ. ഇവിടെ സുരസ നടത്തിയ പരീക്ഷയാണ്. ആ സുരസാ പരീക്ഷയിൽ 100-ൽ 100 മാർക്കും വാങ്ങിയയാളാണ് ഹനുമാൻ സ്വാമി. നീ എവിടെയും വിജയിക്കൂ, പോയി സീതാദേവിയെ കണ്ട് വൃത്താന്തം രാഘവനെ അറിയിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ ഒരു അനുഗ്രഹം കഴിഞ്ഞ് നേരെ പോവുകയാണ്. ദേവന്മാരെ അടുത്ത് സുരസ എന്നിട്ട് പറയുകയാണ്, ആ ഹനുമാന്റെ വഴി മുടക്കാൻ ആരെ കൊണ്ടും ആവില്ല, ആ ഹനുമാനെ ബുദ്ധിമുട്ടിക്കാൻ ആരെ കൊണ്ടും ആവില്ല. ഹനുമാന്റെ ബുദ്ധിയും ശക്തിയും എത്രത്തോളം കേമമാണ്. സുരസയുടെ ആ ഒരു മാർഗവിഘ്നം കഴിഞ്ഞ് മുന്നോട്ട് പോവുക. ഇവിടെ നമ്മുടെ ജീവിതവും ഹനുമാന്റെ ഈ ഒരു രംഗവുമായിട്ട് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് മടി പിടിച്ചിരിക്കുന്ന നമ്മളെ ആരെങ്കിലും പറഞ്ഞ് ഉത്ബോധിപ്പിച്ച് ഒരു കർമ്മത്തിന് പ്രേരിപ്പിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമോ അത്? ഇപ്പോൾ രാമായണം വായിക്കാനാണെങ്കിലോ ഭാഗവതം വായിക്കാനാണെങ്കിലോ വായിച്ചോളൂ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ലേ എനിക്ക്, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല, വീണ്ടും 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 നോക്കൂ, മനസ്സിലാവും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ പ്രേരിപ്പിച്ച് നമ്മൾ രാമായണമൊക്കെ വാങ്ങിയിട്ട് വായിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒന്നും മനസ്സിലാവില്ല. നേരെ സുന്ദരകാന്ഡമൊക്കെ എടുത്ത് വായിക്കുക. സകല ശുക കുശല എന്തൊക്കെയത്, വിമല തില കിമില അല്ലേ,
നേരാവണ്ണം വായിക്കാൻ പറ്റും ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക്? ഇല്ല. ഇത് തന്നെയാണ് സുരസം മുമ്പിൽ വരിക പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മുമ്പിൽ വായം പൊളിച്ചിരിക്കുക, രാമായണം എടുത്തിട്ട് സകല ശുഖകുല വിമല. നന്നായിട്ട് വായിച്ച് ശീലിച്ച ഒരാൾ വായിക്കണത് കേൾക്കാൻ ഇതൊരു ഭംഗിയാണ്. ഞാൻ വന്നിറങ്ങിയപ്പോൾ പലരും ഇവിടെ വായിക്കണത് കേട്ടു, അത്ര ഭംഗിയായിട്ട് വായിക്കണത്. ഒരു 9:15 ആകുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ അമ്മയൊക്കെ തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ച് 10 മണിയാകുമ്പോഴേക്കും വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അവിടെ അമ്മയെ തൊഴുന്ന സമയത്തും താഴേക്കൊക്കെ കേൾക്കാണ്ട് വായന അവിടെ ഭഗവതിക്കും കേൾക്കാണ്ട് ഈ മൈക്ക് വഴി നീ അവിടെ ഭഗവതിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് മൈക്ക് ശരി കേൾക്കാണ്ട് വായനയൊക്കെ നന്നായി കേട്ടിട്ട്. ദേവിയും അവിടെ പൂമുടലിൻ്റെ സമയമായിരുന്നു. ആ പൂവങ്ങനെ ദേവി സ്വീകരിക്കുമ്പോഴും അവിടെ നിന്ന് രാമായണം കേട്ടുകൊണ്ടാണ്. ആ വായിച്ചൊരാളുടെ ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ദേവിക്ക് മേശാന്തി അവിടെ മന്ത്രങ്ങളെ കൊണ്ട് പൂമൂടുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ദേവിക്ക് രാമായണം കേൾപ്പിച്ചു കൊടുക്കുക. ഭാഗ്യല്ലേ അത്? എങ്ങനെ സാധിച്ചു? ഇന്ന് ആദ്യമായിട്ട് പുസ്തകം എടുത്ത് വായിക്കുകയാണോ? അല്ല, പലതവണ വായിച്ച് 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 ഇതൊന്നും എന്നെ കൊണ്ട് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ പിന്മാറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുക തന്നെ. വായിച്ച് വായിച്ച് പിന്നെ കഥയമമ കഥയമമ കഥകൾ അതിസാഗരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരാന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു രസം തോന്നും അല്ലേ. എനിക്ക് അത്യാവശ്യമൊക്കെ വായിക്കാറായിട്ടുണ്ട്. വലിയ രീതിയൊന്നുമില്ല, ഗാനാത്മകമൊന്നും അല്ലാന്നുണ്ടെങ്കിലും അക്ഷരം തെറ്റാണ്ട് വായിക്കാറായിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നല് നമുക്കുണ്ടാവില്ലേ? അത് തന്നെയാണ് തൃപ്തി. എന്തേ കാരണം? മുമ്പിൽ സുരസ വായ തുറന്നിരിക്കുന്നത് പോലെ രാമായണം വായിക്കൂന്ന് ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ രാമായണം വാങ്ങി വായിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭ്രമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സുരസ മുമ്പിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക്. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതേ മുമ്പിൽ തടസ്സം ഉണ്ടാവും. പാലാഴിമഥന കഥ കേട്ടിട്ടില്ലേ? പാലാഴിമഥനം എന്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു? അറിയില്ലേ? അമൃത് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ആദ്യം കിട്ടിയത് ഏതാ? വിഷമല്ലേ കിട്ടിയത്? മരണമില്ലാണ്ടാവാനുള്ള അമൃതിന് വേണ്ടി പരിശ്രമിച്ചിട്ട് ആദ്യം തന്നെ കിട്ടിയത് എല്ലാം നശിപ്പിക്കുന്ന വിഷം. എന്നിട്ട് നിർത്തിയോ അവര്? അവിടെ നിർത്തിയിരുന്നു വെച്ചാൽ ബാക്കിയുള്ള ഓരോന്നും കിട്ടുമോ? അവസാനം അമൃത് കിട്ടുമോ? അപ്പൊ ഏതൊരു കർമ്മത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ആദ്യം എന്തുണ്ടാവും? തടസ്സമുണ്ടാവും. ആ തടസ്സം നല്ലതാണ്. നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇറങ്ങിയപ്പോഴേ തടസ്സമാണ്, അതുകൊണ്ട് ഇനിയിപ്പോ നേരെയാവില്ല. അങ്ങനെയല്ല. നല്ല കർമ്മത്തിനാണോ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്, ആദ്യം തന്നെ തടസ്സം ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വിചാരിച്ചോളൂ. ഇറങ്ങി ഉടനെ അയ്യോ ഞാൻ മൊബൈലിൻ്റെ ചാർജർ മറന്നു അല്ലേ. ഇന്നിപ്പോൾ എല്ലാവരും മറക്കണ സാധനമാണ്. അല്ലപ്പോൾ രാമായണം മറന്നു, ഭാഗവതം മറന്നു ഒന്നും ആരും അതിന് പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. മൊബൈലിൻ്റെ ചാർജർ ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ മൊബൈലിന് എടുത്തില്ല വെച്ചാലോ ബസ് കയറിയാൽ പോലും നിർത്തും ഇറങ്ങിപ്പോയി എടുക്കും അല്ലേ. അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് നമുക്ക് ഉടനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറേണ്ടി വന്നു വെച്ചാൽ നല്ലതാണ്. ആ കാര്യം ഭംഗിയായിട്ട് നടക്കും. അങ്ങനെയാണോ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത്? അങ്ങനെയല്ല. ഭാഗവതം പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ്, രാമായണം പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞതാണോ കേൾക്കേണ്ടത്? രാമായണവും ഭാഗവതവും പറഞ്ഞതാണോ കേൾക്കേണ്ടത്? ഇവരെന്ത് കണ്ടിട്ടാ തിരിച്ചു കയറിയാൽ നല്ലതല്ല എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാവണില്ല. ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി. ഓഫീസിലെത്തിയിട്ട് ഓരോ പേപ്പറുകളും കൊടുത്തു കഴിഞ്ഞ് ഓരോന്നും കൊടുത്തു കഴിഞ്ഞ് അവസാനം അവർ ചോദിക്കുക നിങ്ങളുടെ ആധാർ കാർഡ് കൂടി തരൂ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ആധാർ എടുത്തിട്ടില്ല. ഈ അവസാന നിമിഷത്തിൽ ഓർമ്മ വരുന്നതാണോ നല്ലത്, അതോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആധാരം കൂടി എടുത്തിട്ട് പോവാട്ടോ എന്ന് വിചാരിച്ച് പോണതാണോ നല്ലത്? ചിന്തിച്ചാൽ മതി. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മതി. എല്ലാ പേപ്പറുകളും ശരിയാക്കി ഇനി ആധാരം കൂടിയാണ് കൊടുത്താൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. പക്ഷെ ആ സമയത്താണ് വീട്ടിൽ ആധാരം ഇരിക്കണത്. അപ്പോൾ ഓർത്തിട്ട് കാര്യമുണ്ടോ? പിന്നെ വീട്ടിൽ പോയി എടുത്ത് വരുമ്പോഴേക്കും ഇവിടെ 5 മണി കഴിഞ്ഞ് ഓഫീസ് അടച്ചിട്ടുണ്ടാവും. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേഗം ഒന്നും കൂടി നോക്കിയോ ആധാർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു കയറി ആധാർ കാർഡ് എടുത്തു വെച്ചാൽ ഓഫീസിൽ ചോദിക്കുമ്പോഴത്തോടെ കൊടുത്തൂടെ? ഏതാ നല്ലത്? ചിന്തിച്ചാൽ മതി അല്ലേ. എല്ലാവരും പറയണത് കേട്ട് അതേപടി അങ്ങോട്ട് വിശ്വസിക്കരുത്, ചിന്തിച്ചിട്ട് വിശ്വസിക്കുക. കാളകൂട വിഷം ആണ് അമൃതിന് വേണ്ടി പ്രവർത്തിച്ച ദേവന്മാർക്ക് ആദ്യം കിട്ടിയത്
എന്നിട്ട് അവർക്ക് അമൃത് കിട്ടാണ്ടിരുന്നുവോ? പിന്നെ അവിടുന്ന് എന്തിനു മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയെ അടക്കം കിട്ടിയത്? ആ പാലാഴി മഥനം വീണ്ടും തുറന്നിട്ടല്ലേ. ദേവന്മാർക്ക് ഐരാവതത്തെ കിട്ടിയത്, അപ്സരസ്ത്രീകളെ കിട്ടിയത്, മഹാലക്ഷ്മി വന്നത്, ധന്വന്തിരി മൂർത്തി വന്നത്, മോഹിനി അവതാരം ഉണ്ടായത്, ഇതൊക്കെ അതിന് ശേഷമല്ലേ. അപ്പോൾ ഒരു തടസ്സം വന്നു എന്ന് വിചാരിച്ചാൽ എന്താ, നമ്മൾ നല്ല കാര്യത്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വിചാരിക്കുക. നല്ല കാര്യത്തിനേ തടസ്സം ഉണ്ടാവുള്ളൂ. ഇവിടെ ഹനുമാൻ സ്വാമി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മുമ്പിൽ തടസ്സമായിട്ട് സുരഥ നിന്നപ്പോൾ ഹനുമാന് നന്മയാണ് അല്ലേ, വിജയിക്കാൻ സാധിച്ചു. തടസ്സങ്ങളെ തരണം ചെയ്യണം, അല്ലാണ്ട് തടസ്സം കണ്ട് പിന്തിരിയരുത് എന്ന് പറയുക. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കടാമ്പുഴമയെ തൊഴാൻ ഞാൻ ഇന്ന് പോണില്ല എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. എന്തേ വേണ്ടു? ഒരു കുട എടുത്താൽ മതി. മഴക്കാറുണ്ടെങ്കിൽ ഒരു കുട എടുത്താൽ മതി. തൽക്കാലം നമ്മുടെ തലയെങ്കിലും നനയാണ്ട് നോക്കാം അല്ലേ. അരവരെയൊക്കെ ചിലപ്പോൾ നനഞ്ഞു എന്ന് വരും, നിലത്ത് വെള്ളം തെറിച്ചിട്ട് കാലിന് മുട്ടുവരെയൊക്കെ നനഞ്ഞു എന്ന് വരും. തലയെങ്കിലും നനയാണ്ട് രക്ഷപ്പെടാൻ പറ്റും ഒരു കുടയുണ്ടെങ്കിൽ. രക്ഷയ്ക്ക് അവിടെ വഴിയുണ്ട്. എന്നിട്ട് നമ്മൾ ആ വഴിയെ സ്വീകരിക്കണില്ല. ഹനുമാൻ വഴി കണ്ടെത്തി സുരസയുടെ വായിൽ കയറി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ദേവന്മാർക്ക് കഷ്ടം തോന്നിയിത്രേ. എന്താ, ഹനുമാനെ പരീക്ഷിച്ചത് വേണ്ടിയിരുന്നില്ല അല്ലേ. പരീക്ഷയിൽ ആരാ തോറ്റത്? ദേവന്മാരാ തോറ്റത്. ഹനുമാൻ എന്താ ചെയ്യുക? ഹനുമാനോട് പരാജയപ്പെടുകയോ എന്നെ വിഴുങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയോ പേടിക്കുകയോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാമനാമത്തെ ജപിക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് രാമനാമത്തിന്റെ മഹത്വം കാണിച്ചു തരണം. എത്ര വലിയ പരീക്ഷ, 50 യോജന വലുപ്പത്തിൽ അവിടെ വായ തുറന്ന് തടസ്സം നിൽക്കുകയാണെങ്കിലും നിഷ്പ്രയാസം തടസ്സത്തെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഹനുമാൻ സ്വാമി കാണിച്ചു തന്നു. അപ്പൊ ദേവന്മാര് വേഗം, പണ്ട് ശാപം മൂലം കടലിലേക്ക് താന്നുപോയ ഒരു പർവ്വതമുണ്ട്, മൈനാകപർവ്വതം. ആ മൈനാകപർവ്വതത്തോട് പറഞ്ഞു, ഞങ്ങൾ ഹനുമാൻ ഒന്ന് ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. ഹനുമാൻ ലങ്കയിലേക്ക് ചാടുകയാണ്. സുരസയോട് ഏറ്റുമുട്ടി ക്ഷീണിച്ചിട്ടുണ്ടാവും. ഹനുമാൻ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മൈനാകപർവ്വതം ഒന്ന് ഉയർന്നു ചെല്ലു എന്ന് പറഞ്ഞു. പണ്ട് ശാപം കൊണ്ട് താന്നുപോയ മൈനാകപർവ്വതം പൊങ്ങി വന്നു. ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ കുറച്ചൊന്ന് വിശ്രമിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹനുമാൻ പറഞ്ഞത്, അതേ ഹിമശിഖിര തനയാനിഹാം അറിക കബീവര, നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. ഞാൻ ഹിമവാന്റെ പുത്രിയാണ് അല്ലെ, ഹിമവാന്റെ മകനാണ്, ഹിമാലയത്തിന്റെ ഒരു കഷ്ണമാണ് എന്നൊക്കെ പറയുക. അതിൽ ഹിമാലയത്തിന്റെ കഷ്ണം എന്നാണ്. ഹിമാലയത്തിന് അടർന്നു വന്നതൊന്നും വേണ്ട. ഹിമാലയം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു പർവ്വതം. മൈനാകം എന്ന് പറഞ്ഞാൽ ചെറിയ പർവ്വതം അല്ലെ, ഒരു കുട്ടി പർവ്വതം വിചാരിച്ചാൽ മതി. ഞാൻ പർവ്വതങ്ങളിൽ പെട്ട മൈനാകപർവ്വതമാണ്. ഒന്ന് ഇരിക്കൂ, കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകുമെന്ന് പറയുക. തളച്ച് തീർത്തിട്ട് പൊക്കോളൂ, വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം. അപ്പോഴാണ് ഹനുമാൻ സ്വാമി പറയണത്, അനുചിതമറിക, അനുചിതം എന്ന് അറിയൂ എന്ന് പറയുക. എന്താ, ഒരു കാര്യം ഏറ്റെടുത്താൽ ആ കാര്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ സുഖം നോക്കുന്നത് അനുചിതമാണ് എന്ന് പറയുക. കഥ കേട്ടാൽ മാത്രം പോരാ, ഹനുമാൻ പറയുന്ന കാര്യങ്ങളിലെ തത്വം മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താൻ പറ്റണം. ഹനുമാൻ രാമകാര്യത്തിന് ഏറ്റെടുത്ത് പോവുകയാണ്. ഞാൻ സീതയെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കടൽ ചാടിയതാണ്. അപ്പൊ ആ കർമ്മം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതേ പോണ വഴിക്ക് അയാളുടെ കാര്യത്തിന് വേണ്ടി പോവുക. ആ വഴിക്ക് എൻ്റെയും കൂടി ഒരു കാര്യം നടത്തട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി അവിടെ വിശ്രമിക്കാനോ വഴിമാറി പോവാനോ പാടില്ല. അനുചിതം. ഞാന് ആ രഘുകുലത്തിലക കാര്യങ്ങൾ അമ്പോടു സാധിച്ചൊഴിഞ്ഞൊരു അരുതൊന്നുമേ. ആ രഘുകുലതിലകന്റെ കാര്യം സാധിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഒഴിഞ്ഞൊന്നും ഞാൻ ചെയ്യില്ല. വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ആവശ്യമാണ്, അത് ഞാൻ ചെയ്യണില്ല. അപ്പൊ ശ്രീരാമകാര്യത്തിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് ഞാൻ ചെയ്യാം. വിശ്രമം എൻ്റെ കാര്യമാണ്, അത് ചെയ്യില്ല പറയുക. പവനസുതനിവായുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. ആ പർവ്വതാധീശ്വരനെ ഒന്ന് തലോടി. ഒന്ന് തനിക്ക് ഉപകാരം ചെയ്യാനായിട്ട് വന്ന ഒരാളുടെ ഉപകാരത്തെ പതുക്കെ ഒന്ന് തലോടി. ഇത്രേ നന്ദി പറഞ്ഞു. നോ താങ്ക്സ് എന്ന് പറയാറില്ലേ, അത് തന്നെ ഹനുമാനാണ് പറഞ്ഞത്. കുറച്ച് വിശ്രമിച്ചോളൂ പറഞ്ഞപ്പോൾ നോ, അത് വേണ്ട. എന്തായാലും വിശ്രമിച്ചോളൂ എന്ന് പറയാൻ തോന്നിയില്ല. അതിനൊരു താങ്ക്സ് മൈനാകപർവ്വതത്തിനോട് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അതാ അടുത്ത തടസ്സം വരണമെന്നാണ്.
ഛായാഗ്രാഹിണി, മുകളിലൂടെ പറന്നു പോകുന്ന ആരായാലും അതിൻ്റെ നിഴലിനെ അല്ലെ, മുകളിൽ സൂര്യൻ ഉണ്ടാവുമ്പോൾ ഈ പറന്നു പോകുന്നവരുടെ നിഴല് ആ കടലിലെ വെള്ളത്തിൽ പതിക്കും. ആ നിഴല് പിടിച്ചു വലിച്ച് ആ ജീവിയെ ഭക്ഷിക്കുന്ന നിശാചരി അവിടെയുണ്ട്. ഛായാഗ്രാഹിണി പിടിച്ച് തിന്നാനായിട്ട് നോക്കുക. വലിയൊരു സുരസ അവിടെ വന്ന് 50 യോജന വലുതാക്കിയിട്ട്, വായ വലുതാക്കിയിട്ട് അതിലേക്ക് വിഴുങ്ങാൻ പറ്റാത്ത ഹനുമാൻ സ്വാമിയെ ഒരു രാക്ഷസിക്ക് എവിടെ വിഴുങ്ങാനായിട്ട് സാധിക്കും? ഭഗവാൻ താഴേക്ക് നോക്കി, ധാര തന്നെ പിടിച്ചു വലിക്കണത്. നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൻ, സരിതധീപനുപരി പരിചോട് പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൽ. ആ സീതാദേവിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ലങ്കയിലേക്ക് ചാടുന്ന ഹനുമാന്റെ പെട്ടെന്നുള്ള ആ ഒരു ശക്തമായ പോക്കിന് ഒരു സ്റ്റോപ്പ്. പെട്ടെന്ന് അങ്ങോട്ട് നിന്നാ എന്താ ചെയ്യുക? വേഗം താഴേക്ക് നോക്കി. എന്താ നോക്കുമ്പോ അതുപൊഴുതു മമഗതി മുടക്കിയത് ആരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. ആരാ തൻ്റെ ആ നിഴല് പിടിച്ചു വലിച്ചിരിക്കണത്, പോകാൻ പറ്റാണ്ട് സമ്മതിക്കാണ്ടിരിക്കണത്? ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അത്രേ. ഒരൊറ്റ അടി ഉണ്ടായിരുന്നു. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടവൾ അംഘ്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. വഴി മുടക്കാനായിട്ട് സുരസ വന്നത് പരീക്ഷിക്കാനാണ്. കുറെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നത്. എൻ്റെ വായിക്ക് കയറിക്കോളൂ, ഇതിൽ പോണവരൊക്കെ എൻ്റെ വായിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞ് ചോദ്യപേപ്പറുമായിട്ടാണ് വന്നത്. അതിനൊക്കെ ഉത്തരം കൊടുത്തു. മൈനാകപർവ്വതം സഹായമായിട്ടാണ് വന്നത്. ഇത് പിടിച്ചു തിന്നാനാ വന്നിരിക്കുന്നത്. നോക്കൂ, ആ കടൽ ചാടുന്ന ഹനുമാന്റെ മുമ്പിൽ ത്രിഗുണങ്ങളാണ് പരീക്ഷണത്തിന് വന്നത്. രജോ ഗുണവുമായിട്ട് സുരസ പരീക്ഷണമായിട്ട് വന്നു. സത്വഗുണമായിട്ട് കുറച്ച് വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സത്വഗുണവുമായിട്ട് മൈനാകപർവ്വതം. ഇവിടെ തമോ ഗുണവുമായിട്ട് ആ നിശാചരി പിശാചിനി വന്നിരിക്കണോ. നിഴലതു പിടിച്ചു നിർത്തിക്കൊണ്ടു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം. ആ സിംഹിക തമോ ഗുണമാണ് അല്ലേ, കൊല്ലാനായിട്ട് നോക്കുക. സുരസ കൊല്ലാൻ നോക്കിയിട്ടില്ല അല്ലേ. എൻ്റെ വായയ്ക്ക് കയറണം എന്ന് പറഞ്ഞ് പരീക്ഷ ഉണ്ടായിട്ടുള്ളൂ. പരീക്ഷ രജോ ഗുണമാണ്. കാരണം എന്താ, അത് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ രാമായണത്തിലെ കുറച്ച് ചോദ്യങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം. അയ്യോ, എനിക്ക് അറിയേണ്ട ചോദ്യമാണോ ചോദിക്കുക, അതോ എനിക്കറിയാത്ത ചോദ്യമാണോ ചോദിക്കുക. ഇനി എന്നേക്കാൾ മുമ്പ് അപ്പുറത്തെ ആൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവള് കേമത്തിയാവില്ലേ, ഞാൻ മോശക്കാരത്തിയാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചിന്തകൾ വരും. അതാണ് രജോ ഗുണം. വേണോ വേണ്ടോ, കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത. എന്നാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് എന്ത്, സത്വഗുണം അല്ലേ. മൈനാകപർവ്വതം അവിടെ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശ്രമിക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എത്ര നേരം വേണമെങ്കിലും ഹനുമാന് വിശ്രമിക്കാം. അവിടെ വെള്ളം കുടിക്കാനോ പഴങ്ങൾ കഴിക്കാനോ ഒക്കെ സൗകര്യമുണ്ട്. അത് സുഖം ലഭിക്കും. അത് സത്വഗുണം. ഇവിടെ കിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം പിടിച്ച് കൊന്നു തിന്നുന്നവളാണ് സിംഹിക. അതുകൊണ്ട് ദോഷത്തിലേക്ക് മാത്രം, ദുഃഖം മാത്രം തരുന്ന തമോ ഗുണം. ഈ 3 ഗുണങ്ങളും നമ്മളിലേക്ക് വരും. ഈ 3 ഗുണങ്ങളെയും കടന്നാലേ ആരെ എടുത്തെത്തുള്ളൂ, ലങ്കാലക്ഷ്മിയുടെ എടുത്തെത്തുള്ളൂ, ഐശ്വര്യത്തേക്ക് കിട്ടുള്ളൂ. ലങ്കാലക്ഷ്മിയെ മോക്ഷം കൊടുക്കുന്നതോടുകൂടിയാണ് ഹനുമാന്റെ ആ ഒരു കടലിന്റെ അക്കരെ എത്തുന്നത്. അപ്പോൾ രജോ ഗുണമായിട്ട് സുരസ വന്നു. ആ രജോ ഗുണത്തെ ഹനുമാൻ തരണം ചെയ്തു. സത്വഗുണമായിട്ട് മൈനാകം വന്നു. ആ മൈനാകത്തിന്റെ സഹായത്തെ ഒന്ന് തലോടി സ്വീകരിച്ചില്ല അല്ലേ. അപ്പൊ രജോ ഗുണത്തെ ജയിച്ചു, സത്വഗുണത്തെ ഉപേക്ഷിച്ചു, വേണ്ടാന്ന് പറഞ്ഞ് തമോ ഗുണത്തെ ഇല്ലാണ്ടാക്കി. ആ സിംഹികയെ ഒരൊറ്റ അടിക്ക് കൊല്ലുകണ്ടായത് അവിടെ. ബാക്കി വെച്ചൊന്നുമില്ല, ഒരു വാക്കൊരക്ഷരം അങ്ങോട്ട് മിണ്ടിയിട്ടില്ല. മിണ്ടിയോ? നമ്മുടെ മുമ്പിലും ജീവിതത്തിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വരും. രജോ ഗുണം വന്നു കഴിഞ്ഞാൽ മത്സരം വേണ്ടി വരും. അവിടെ പ്രയത്നിച്ചോളുക. ഇപ്പൊ വാഹനം ഓടിക്കാനായിട്ട് ഇപ്പൊ കാർ ഓടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഗട്ടർ ഉണ്ടാവും റോഡില്. ഗട്ടർ ഉണ്ടോ വിചാരിച്ചാൽ അവിടെ നിർത്തിയാൽ റോഡ് നേരെയാക്കിയിട്ട് പോകലുണ്ടാവുക. വേനൽക്കാലത്ത് റോഡിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം നേരെയാക്കില്ല, വെള്ളമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. മഴക്കാലാവുമ്പോൾ മഴയത്ത് എങ്ങനെയാണ് നേരെയാക്കുക എന്ന് ചോദിച്ചിട്ട് 2 സമയത്തും നേരെയാവില്ല. അപ്പം എന്ത് ചെയ്യുക, ഗട്ടറിലൂടെ പതുക്കെ 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 ഓടിച്ചങ്ങോട്ട് അല്ലേ. വണ്ടിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പതുക്കെ പതുക്കെ ഓടിച്ചു പോവുക അല്ലേ. അതുകൊണ്ട് സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. നല്ല റോഡിലൂടെ പോണ സമയം അല്ല, കുറച്ച് അധികം സമയം എടുക്കും അല്ലേ രജോ ഗുണം.
അല്ലേ? ഇനി നല്ല റോഡാണ് എന്ന് വിചാരിച്ച് അധികം സ്പീഡിൽ വിട്ടാലും അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക? അവിടെയും പതുക്കെ പോവുക. നല്ല റോഡാണ് വിചാരിച്ച് വേഗത കൂട്ടുമൊന്നും വേണ്ട, പതുക്കെ വിട്ടാൽ മതി, പതുക്കെ ഓടിച്ചാൽ മതി. ഈ തമോ ഗുണമാണ്. ആ വഴിക്ക് പോവേ വേണ്ട. റോഡ് അടച്ചു എന്ന് ബോർഡ് കണ്ടാലോ അങ്ങോട്ട് പോകാണ്ടിരിക്കുക. റോഡ് അടച്ചു ബോർഡൊക്കെ ഉണ്ട്, എന്നാലും പോയി നോക്കുക എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ടോ? വേറെ വഴി നോക്കുക. ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ കാര്യത്തിലും ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹബന്ധമായാലും ശരി, അച്ഛനും മക്കളുമായിട്ടുള്ള സ്നേഹബന്ധമായാലും ശരി, സഹോദരന്മാരുമായിട്ടുള്ള സ്നേഹബന്ധമായാലും ശരി, ജോലി സ്ഥലത്ത് സീനിയറും ജൂനിയറുമായിട്ടുള്ള ജോലി കാര്യങ്ങളായാലും ശരി, അവിടെയൊക്കെ എന്തുണ്ടാവും? ത്രിഗുണങ്ങളുണ്ടാവും. സത്വഗുണവും രജോഗുണവും തമോ ഗുണവും ഉണ്ടാവും. സത്വഗുണത്തെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. മൈനാക പർവ്വതത്തോട് ഹനുമാൻ കാണിച്ചതുപോലെ സന്തോഷത്തോടുകൂടി അങ്ങോട്ട് സ്വീകരിച്ച് നിരസിക്കുക. പിന്നെ രജോഗുണത്തെ പരീക്ഷണങ്ങളെ ചില ഭാര്യ പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് ഭർത്താവിന് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പറയുക, അങ്ങനെയല്ല വേണ്ടതെന്ന രീതിയിലാണ് വേണ്ടത്. അല്ല, അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? മിനിഞ്ഞാന്ന് നീ പറഞ്ഞാൽ ഞാൻ കേട്ടില്ലേ, അതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കൂ. അപ്പോൾ ഭാര്യ ശരിയിട്ട് മിനിഞ്ഞാന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ കേൾക്കാം അല്ലേ? ഇങ്ങനെയുള്ള സംവാദങ്ങളിലൂടെ ജയിച്ചു പോകണം. അല്ലാണ്ട് നീ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കില്ല, ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോളണം എന്ന് പറഞ്ഞിരുന്നാൽ ഡൈവേഴ്സിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടോളണം, അത് അതിന് പകരം മറ്റേയാൾ പറഞ്ഞ അങ്ങോട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ? സല്ലാപം. ഭാര്യ അങ്ങോട്ട് 2 പറഞ്ഞാൽ ഭർത്താവ് അങ്ങോട്ട് 2 പറഞ്ഞാൽ 3 പറയരുത്. അങ്ങോട്ട് 2 പറഞ്ഞാൽ അങ്ങോട്ട് 2 പറയുക. ഇന്നലെ എനിക്ക് നീ 2 ദോശ ഉണ്ടാക്കി തന്നില്ലേ, ഇന്ന് ഞാൻ 2 ദോശ ഉണ്ടാക്കി തരാം, ഉണ്ടാക്കി കൊടുത്തോളൂ. പക്ഷേ ഭർത്താവിന് 2 ദോശ കൊണ്ട് വിശപ്പ് മാറില്ല. ചിലപ്പോൾ ഭർത്താവ് എനിക്ക് 2 ദോശയും കൂടി വേണം, സാരമില്ല, നിങ്ങൾ ഭാര്യ ഉണ്ടാക്കി കൊടുക്കില്ലേ? വാശിയുണ്ടോ അവിടെ? ഇന്നലെ 2 ദോശ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് 2 ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യും? അവിടെ അതൊന്നും ഒരു വിഷയമല്ല അല്ലേ? അതൊക്കെ രജോ ഗുണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ചില പരീക്ഷയ്ക്ക് A ഗ്രേഡ് കിട്ടിയെന്ന് വരും, അടുത്ത പരീക്ഷയ്ക്ക് A+ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ചില പരീക്ഷയ്ക്ക് B+ ആയി എന്ന് വരും. എന്ന് വിചാരിച്ച് B+ കിട്ടി A+ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പഠിക്കണില്ല എന്ന് പറഞ്ഞിരിക്കുകയോ? B+ കിട്ടിയത്, A+ വേണമെന്നാണ് പറഞ്ഞു. അമ്മ പറഞ്ഞു A+ ഇല്ലാണ്ട് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. എന്ന് വിചാരിച്ചാൽ അമ്മ കയറ്റാണ്ടിരിക്കുക, വീട്ടിലേക്ക് കയറ്റാണ്ടിരിക്കുകയൊന്നുമില്ല, വെറുതെ പറയുക അമ്മ അല്ലേ? പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ രജോ ഗുണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, ഓരോ ഘട്ടത്തിലും ഉണ്ടാവും ത്രിഗുണങ്ങൾ. അതിനെ 3 നേരിടണം. തമോ ഗുണത്തിലേക്ക് പോവാണ്ടേ ഇരിക്കണം. നമ്മുടെ മനസ്സിലെങ്ങനെയാണ് ത്രിഗുണങ്ങൾ വരുന്നത്? സത്വഗുണം വരുമ്പോൾ നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവും അല്ലേ? മൈനാകത്തിനോട് പുഞ്ചിരിയല്ലേ ഉണ്ടായത്? പുഞ്ചിരിയുണ്ടായത്. സത്വഗുണം വരുമ്പോൾ നമ്മുടെ മുഖത്ത് പുഞ്ചിരി, നമ്മുടെ മുമ്പിൽ വരുന്നവർക്കൊക്കെ സന്തോഷം ഉണ്ടാവും. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന സമയമാണ് രജോ ഗുണം. അല്ലടത്തേക്ക് ഇപ്പോൾ പോകണ്ട കേട്ടോ, എന്തേ ആൾ കുറച്ച് ദേഷ്യപ്പെട്ടിരിക്കുക അല്ലേ? ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കുകയാണ്. അതിലടുത്ത് വരുന്നവർക്കൊക്കെ എന്താ ഉണ്ടാവുക? ആ ദേഷ്യത്തിൻ്റെ റിയാക്ഷൻ എന്താ വെച്ചാൽ അത് അനുഭവിക്കേണ്ടി വരും. തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുക. തമോ ഗുണം കരച്ചില്, രജോ ഗുണം ദേഷ്യം, സത്വഗുണം പുഞ്ചിരി. ഇത് 3 നമ്മളിൽ വരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ? ഒരു ദിവസം ചിലപ്പോൾ ഇത് 3 വരാറുണ്ട്, ചിലപ്പോൾ മാറി മാറി വരാറുണ്ട്. ഇത് 3 ഉണ്ടാവും. മനുഷ്യന് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഉണ്ടാവും. ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്യുമ്പോഴേ നിർഗുണമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ, നിർഗുണ സ്വരൂപമായിട്ടുള്ള കടാമ്പുഴ ദേവിയെ കാണാൻ പറ്റുള്ളൂ. ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്യണം അല്ലേ? വരുന്ന വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യണ്ടേ? കടാമ്പുഴ അമ്മയെ തൊഴണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങളുടെ ബ്ലോക്ക് ഉണ്ടാവും, ട്രാഫിക് സിഗ്നലുകൾ ഉണ്ടാവും. ഞാൻ കടാമ്പുഴ അമ്മയെ കാണാൻ പോവുക, ഞാൻ ചുവന്ന ലൈറ്റ് കണ്ടാൽ നിർത്തില്ല എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ? ചുവന്ന ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തണം. അതിനിപ്പോൾ കടാമ്പുഴ അമ്മയെ തൊഴാൻ പോവുകയാണെങ്കിൽ ശരി, ഭാര്യ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ശരി, രണ്ടായാലും എന്ത് വേണം? ചുവന്ന ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തണം. റോഡിൽ ഗട്ടറുണ്ടെങ്കിൽ, മുമ്പിൽ വാഹനങ്ങളുണ്ടെങ്കിൽ അതിന് ഓവർടേക്ക് ചെയ്ത് പോകരുത്. പാകത്തിന് അല്ലേ തരണം ചെയ്യണം. ഇവിടെ ഷീട്ടാക്കാനായിട്ട് നോക്കുമ്പോൾ നല്ല ക്യൂ ഉണ്ട്. അതെ, എനിക്ക് തിരക്കി പോയി ഷീട്ടാക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവിടെയുള്ള ഒരു തിരക്കിനെ സഹിക്കണം. അയ്യോ എനിക്ക് പടി ഇറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞാലോ, ഇവിടെ മുകളിൽ നിന്ന് തൊഴുത് പൊക്കോളൂ പറയേണ്ടി വരും. അമ്മയെ തൊഴണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഒന്നുമില്ല അല്ലേ? പടി ഇറങ്ങുക തന്നെ വേണം. പടി ഇറങ്ങി അപ്പോൾ അവിടെ ചിലപ്പോൾ നേദ്യസമയമാവും, നട അടച്ചതാവും. നട തുറക്കുന്നത് വരെ കാത്തിരിക്കുക തന്നെ വേണം.
അപ്പോൾ ഈ ഇടയിൽ വരുന്നതായിട്ടുള്ള തടസ്സങ്ങളെ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്താൽ മാത്രമേ ശ്രീരാമൻ്റെ അടുത്തേക്ക് ആ കടമ്പുഴ അമ്മയുടെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഹനുമാൻ സ്വാമിക്കും സുരസയെ സുഖമായിട്ട് രക്ഷപ്പെടാൻ സാധിച്ചു. സുരസയുടെ അടുത്തുനിന്ന് വിജയിച്ചു. 100% A+ കൂടി ജയിക്കാൻ സാധിച്ചു. മൈനാകപർവ്വത്തെ തലോടി മൈനാകപർവ്വതത്തിൻ്റെ സ്വീകരണത്തെ അവിടെ സ്നേഹത്തോടുകൂടി നിരസിച്ചുകൊണ്ട് തൻ്റെ കർമ്മത്തിന് വേണ്ടി ചാടി തടസ്സമായി നിൽക്കുന്ന സിംഹികയെ നിഗ്രഹിച്ച് നേരെ ലങ്കയിലേക്ക് എത്തി എന്ന് പറയുക. ആ ലങ്കയുടെ കരയിലങ്ങട് എത്തിയപ്പോഴാണ് അവിടെ കമലമകൾ ചരിതമറിവതിനു ചൊന്നമ്പോടു കണ്ടിതു ലങ്കാനഗരം നിരുപമമായ ലങ്കാനഗരം എന്നാണ് പറഞ്ഞത്. ലങ്കാനഗരം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ലങ്കാനഗരം എന്ന് പറയുകയല്ല, നിരുപമം, മറ്റൊന്നുമായിട്ട് ഉപമിക്കാൻ പറ്റാത്തതാണ് ലങ്കാനഗരം എന്നാണ്. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കിടപ്പാൻ പണിയൊന്നു മാനസേ. മറ്റൊന്നുമായിട്ട് ഉപമിക്കാൻ പറ്റാത്തതാണ് ലങ്കാനഗരം. കാരണം സ്വർണമയി ലങ്ക സ്വർണമയിയാണ്. പാർവതീദേവി തനിക്ക് സ്വർണം കൊണ്ടൊരു ലങ്കാനഗരം പാർവതീദേവിയുടെ ആഗ്രഹപ്രകാരം വിശ്രവസ്തു നിർമ്മിച്ചതാണ്. വളരെ സന്തോഷമായി പാർവതിക്ക്. സമ്മാനമായിട്ട് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ വിശ്രവസ്തു പറഞ്ഞു, പാർവതീദേവിക്ക് സന്തോഷമായിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശ്രവസിന്റെ ഭാര്യ കൈകസി ഉണ്ടായിരുന്നു അത്ര കൂടെ. കൈകസി പറഞ്ഞു, അമ്മേ, ഭർത്താവിൻ്റെ തുല്യ പ്രാധാന്യമല്ലേ ഭാര്യയ്ക്കും ഉള്ളത് എന്ന് ചോദിച്ചു. അതെ, എന്താ സംശയം എന്ന് ചോദിച്ചു. മാതൃകാ കുടുംബത്തിന്റെ അമ്മയല്ലേ പാർവതി, എന്താ പ്രയാസം? അല്ല, ഭർത്താവ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മോഹം എനിക്ക് പറഞ്ഞാൽ എനിക്ക് തരൂ സമ്മാനം എന്ന് ചോദിച്ചു അത്രേ. എന്താ വേണ്ടത് ചോദിച്ചു അത്രേ. അപ്പൊ കൈകസി പറഞ്ഞു അത്രേ, എന്നാ എനിക്ക് ഈ ലങ്കാനഗരം തന്നെ ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞു അത്രേ. കരാറുകാരൻ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ സമ്മാനം വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കണമൊക്കെ തരുമോ? ഈ വീടും സ്ഥലവും കൂടെ എനിക്ക് എഴുതി തരുമോ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? പാർവതി ദേവിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി ഉണ്ടാക്കിച്ചതാണ് വിശ്രവസനെ കൊണ്ട്. പക്ഷേ അതിന്റെ സന്തോഷത്തിൽ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ കൈകസി പറഞ്ഞു, ഇത് തന്നെ ഈ ലങ്കാനഗരം തന്നെ എനിക്ക് തരും. പാർവതിക്ക് വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ ലങ്കാനഗരം വിശ്രവസനെ ഏൽപ്പിക്കി. അങ്ങനെയാണ് വിശ്രവസന് ആദിഭാര്യയിലുണ്ടായ മകൻ വൈശ്രവണൻ ആ ലങ്കയിൽ താമസിക്കുന്നത്. അന്ന് കൈകസി കുട്ടികളില്ല. പിന്നീട് കൈകസിയിലാണ് രാവണ കുംഭകർണനും വിഭീഷണനും ശൂർപ്പണഖയൊക്കെ ഉണ്ടായതിനു ശേഷം രാവണൻ പിന്നെ ആ ഏട്ടനിൽ നിന്നും ലങ്കയെ തട്ടിയെടുക്കണതൊക്കെ. അപ്പോൾ പാർവതീദേവിക്ക് വേണ്ടി അനുപമം ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തതായിട്ടുള്ള നഗരമാണ് ആ ലങ്കാനഗരം. അവിടെ കടക്കാൻ എന്താ വഴി? പല പല കിടങ്ങുകൾ കാണാനുണ്ട്. എങ്ങനെയാ കടക്കുക? അത് രാത്രിയാണ്. ആരും കാണാണ്ട് കടക്കണം എന്ന് വിചാരിച്ച് ഹനുമാൻ ചെറിയൊരു രൂപം സ്വീകരിച്ചു അത്രേ. നിശിചരപുരേ നോക്കൂ, നിശിചരപുരത്തില് നിശി സമയത്ത് തമസി നിശിചരപുരേ, 2 നിശിയാണ് അവിടെ. ഒന്ന് നിശി പറഞ്ഞത് രാത്രി സമയം, മറ്റത് നിശിചരപുരം, നിശാചരന്മാര് അല്ലെ, രാത്രി സഞ്ചരിക്കുന്നവര്, രാക്ഷസന്മാര്, അസുരന്മാര്. രാത്രി സമയത്ത് രാത്രിഞ്ചരന്മാരുടെ പ്രവേശത്തിലേക്ക് കൃഷിരൂപനായിട്ട് ചെറിയൊരു രൂപം സ്വീകരിച്ച് അങ്ങോട്ട് കടന്നു എന്ന് പറയുക. അവിടെ എപ്പോഴും ഉറക്കമൊഴിച്ച് ഇരിക്കുന്ന ഒരാളുണ്ട് അവിടെ, ലങ്കാലക്ഷ്മി. ആ ലങ്കാലക്ഷ്മി കണ്ടു അവിടെ കഠിനതരമലറിയൊരു രജനി പരിവേഷമായി കാണായിതാശു ലങ്കാശ്രിയേയും തഥാ. കഠിനമായിട്ട് അലറിയും കൊണ്ട് വരികയാണ് അത്രേ ഒരു രജനി ചരിവേഷമായി, രാത്രി വേഷം ധരിച്ചുകൊണ്ട്, കറുത്ത വേഷമൊക്കെ ധരിച്ചുകൊണ്ട് വരികയാണ് അത്രേ. ഇവിടെ വരുവതിനു പാറക എന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം. ആരാണ്, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്, കള്ളനാണോ പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ പരുഷവാക്കുകൾ കേട്ടു അത്രേ. അല്ലേ, ഒരാളങ്ങോട്ട് വരുമ്പോ തന്നെ കയറി വരുമ്പോ ആരോട് ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഇപ്പൊ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, കൊടിമ്പലടിക്കുകയാണ്, വാതിൽ തുറന്നു പറഞ്ഞാൽ ആരാ നിങ്ങൾ, എന്തിനാ അങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു ബഹളം വെക്കാൻ പാടുണ്ടോ? ആതിഥ്യ മര്യാദ എന്നൊന്നുണ്ട്. ആര് വന്നാലും സ്വാഗതം പറയണം, അല്ലേ, നമസ്കാരം പറയണം. ആര് വന്നാലും ശരി, ഈ പിരിവേര് വന്നാലും ഭിക്ഷക്കാർ വന്നാലും ഒരുപോലെ. രണ്ടുപേരും എന്തിനാ വരണത്? കാശിനല്ലേ വരണത്, അല്ലേ? ഭിക്ഷക്കാർക്ക് 5 റുപ്യ കൊടുത്താൽ തൽക്കാലം ചിലപ്പോ പൊക്കോളും, പിരിവേർക്ക് 5 റുപ്യ കൊടുത്താൽ പോവോ?
അല്ലേ? അപ്പം ആരാ ഭേദം? പിരിവുകാരാണോ ഭിക്ഷക്കാരാണോ ഭേദം? ഭിക്ഷക്കാർക്ക് അല്ലേ 1 രൂപയൊന്നും കൊടുത്താൽ അവർ ചിലപ്പോൾ വാങ്ങില്ല അല്ലേ. ഒരു 10 രൂപ കൊടുത്താൽ അവർ പൊക്കോളും. ഒരു ചായ കിട്ടില്ല 10 രൂപയ്ക്ക്, എന്നാലും അവർ പൊക്കോളും. പിരിവുകാർക്ക് കൊടുത്താൽ പറ്റുമോ? അല്ലേ? ചിന്തിച്ചോളൂ. തമാശ പറഞ്ഞാണ് കേട്ടോ, പിരിവുകാരും മോശക്കാരും ഒന്നും അല്ലേ, വെറുതെ പറഞ്ഞോന്നേ ഉള്ളൂ. എല്ലാവർക്കും ആവശ്യം തന്നെയല്ലേ. പിരിവുകാരുടെ ആവശ്യം, ഭിക്ഷക്കാരുടെ ആവശ്യം, ഒക്കെ ആവശ്യം കാശ് തന്നെയാണ് അല്ലേ. എന്തായാലും ആര് വന്നു കഴിഞ്ഞാലും നല്ല മനസ്സോടുകൂടി അവരെ സ്വീകരിക്കാനേ പാടുള്ളൂ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ബഹളം വെച്ചുകൊണ്ട് നീ ആരങ്ങോട്ട് വന്നത്, കള്ളനാണോ, എന്തിനാ വരുന്നതിന് കാരണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു അത്രേ. അങ്ങനെ ബഹളം വെച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ അടി കൊടുക്കാത്രേ. ബഹളം വെക്കുന്നതിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ, എന്താ? ചെവിക്കുറ്റി നോക്കി നല്ലൊരടി കൊടുക്കുക. ഹനുമാൻ കൊടുത്തതാണ്, ഞാൻ കൊടുത്തതല്ല ആയിരിക്കും. ഹനുമാൻ കൊടുക്കുകയുണ്ടായത്. ഇത് പരുഷവചനമോടണഞ്ഞു താടിച്ചു രോഷേണ താടിച്ചു കപീന്ദ്രനും. ഈ ദേഷ്യത്തോടുകൂടി ഹനുമാനെ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. ഹനുമാൻ ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു അത്രേ. രഘുകുല, ഞാൻ രഘുകുലത്തില് ജനിച്ച ആ വരന്റെ സജീവമാമുഷ്ടിപ്രഹരേണ, രഘുകുലത്തിൽ തിലകമായിട്ടുള്ള ശ്രീരാമന്റെ അല്ലെ മന്ത്രി അല്ലെങ്കിൽ ശ്രീരാമന്റെ ദാസൻ, ആ രാമദാസന്റെ മുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. ആ ശ്രീരാമചന്ദ്രന്റെ ദാസനായ ഹനുമാൻ സ്വാമിയുടെ കൈകൊണ്ടുള്ള അടികേറ്റ്, അത് വാമമുഷ്ടി, ഇടത്തെ കൈകൊണ്ടുള്ള അടി കിട്ടിയപ്പോഴേക്കും അവിടെ ചോര തുപ്പിക്കൊണ്ട് അവിടെ വീണു. അവൾ ആ വീഴ്ചയിൽ അവളുടെ രൂപം മാറി. എണീറ്റപ്പോഴേക്കും നല്ല സുന്ദരിയായിട്ട് എണീറ്റത്. ചില ആളുകൾ കിട്ടേണ്ടത് കിട്ടിയാലേ ഇങ്ങോട്ട് നേരെയാവുള്ളൂ. ഈ ഒച്ചയും ബഹളമൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ നല്ല അടി കിട്ടണം. അത് ആരുടെയും കിടന്ന് കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ, അർഹതപ്പെട്ട ആളുടെ അടുത്ത് നിന്ന് കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ ഈ ബഹളം എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ പോയിട്ട് സമാധാനം കിട്ടണില്ലല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഈ ബഹളം. ആകെ നിശാചരന്റെ ലങ്കാലക്ഷ്മിയാണ് അല്ലേ, ലക്ഷ്മി ഐശ്വര്യമൊക്കെയാണ്. പക്ഷെ താമസിക്കുന്നത് എവിടെയാ? രാക്ഷസന്മാരുടെ അവിടെയാണ്. ലങ്കയിലാണ് താമസം. ലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിരുപമപുരിയാണ്. മറ്റൊന്നുമായിട്ട് ഉപമിക്കാൻ പറ്റാത്ത ശ്രേഷ്ഠമായിട്ടുള്ള സ്വർണ്ണമയായിട്ടുള്ള ലങ്കയാണ്. പക്ഷേ അവിടെ ഭരണം രാക്ഷസന്മാരാണ്. അപ്പൊ ഈ രാക്ഷസന്മാർ ഭരിക്കുന്ന, രാവണൻ ഭരിക്കുന്ന ലങ്കയിൽ സമാധാനമില്ലാണ്ട് കഴിയുകയാണ് ലങ്കാലക്ഷ്മി. നമ്മളും അങ്ങനെയാണ് അല്ലേ. നമ്മളുടെ കുഴപ്പം കൊണ്ടല്ലാണ്ട് പല പല വിഷമങ്ങൾ നമ്മൾ സാഹചര്യം കൊണ്ട് അനുഭവിക്കണോ? അങ്ങനെ അനുഭവിക്കുന്ന പല പല വിഷമങ്ങളുടെ ഇടയിൽ നല്ലൊരു അടി കിട്ടുക പറഞ്ഞാൽ നമ്മളെ ആരും ഒന്ന് ചെകിട്ടത്തടിക്കുകയല്ല ചെയ്യണത്. എപ്പോഴെങ്കിലും സത്സംഗത്തിലേക്ക് എത്തിച്ചേർന്ന് അവിടെ നിന്ന് ഭഗവാന്റെ നാമം ജപിച്ചോളൂ എന്ന് ഏതെങ്കിലും ഒരു ഭക്തൻ പറയുന്നത് നമ്മുടെ ചെവിക്ക് അടി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിൽ അങ്ങോട്ട് തറച്ച് കയറുക അല്ലെ. ആരെയും പോയിട്ട് അടിക്കൊന്നും വേണ്ട, ആരുടെയും നമുക്ക് ചവിട്ടത്ത് അടി വാങ്ങും വേണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ 10, 15, 16 ദിവസമായി. ഈ ഓരോ ദിവസവും പല ആചാര്യന്മാർ വന്ന് കഥ പറയുമ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയുണ്ട് അല്ലെ, ആഗസ്റ്റ് 15 വരെ ഉണ്ടല്ലോ പ്രഭാഷണം. അതിൽ ഏതെങ്കിലും ആചാര്യന്മാർ പറയുന്ന ഭഗവത് കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് അടിച്ച് കയറി മനസ്സിൽ ഉറയ്ക്കുന്നതാണ് ഈ ഹനുമാന്റെ അടി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ. ഹനുമാനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ പറഞ്ഞു നടക്കുക, ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞു നടക്കുന്ന സജ്ജനങ്ങളിൽ നിന്നും അനവധി സജ്ജനങ്ങളെ കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്നത് ചെവിയിൽ അങ്ങോട്ട് അടി കിട്ടിയതുപോലെ ഒരു മാറ്റം നമുക്ക് വേണം, ഇതുവരെ ഞാൻ ജീവിച്ചതുപോലെ പോരാ, കുറച്ചുകൂടി മാറ്റങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ചിന്തിച്ച് നമ്മുടെ സ്വഭാവം മാറ്റലാണ് ലങ്കാലക്ഷ്മിയിൽ വന്നതായിട്ടുള്ള മാറ്റം. സത്സംഗത്തിൽ വന്ന് സത്കാര്യങ്ങൾ കേട്ട് മനസ്സ് സത്കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. ഇതുവരെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഈശ്വര കഥകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അല്ലേ. അത് ആരുടെ പ്രഭാഷണം കേട്ടിട്ട് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അനവധി ആൾക്കാരുടെ കേൾക്കുമ്പോൾ ചിലരുടെ നമുക്ക് കേൾക്കുമ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ട് അല്ലേ, പക്ഷെ അതൊന്നും എനിക്ക് പാലിക്കാൻ പറ്റിയതല്ല ചിലപ്പോൾ തോന്നും. ചിലത് പാലിക്കാൻ പറ്റിയതൊക്കെയാണ്, പക്ഷെ അത് ശരിക്കും മനസ്സിലാക്കി തരാൻ ആ പ്രഭാഷകനെ കൊണ്ട് പറ്റിയില്ല എന്ന് പറയും അല്ലേ. ചിലത് പ്രഭാഷകന്മാരുടെ കുഴപ്പം, ചിലത് കേട്ടിരിക്കുന്നവരുടെ കുഴപ്പം, ചിലത് രണ്ടും കേമായി, പറഞ്ഞ വിഷയം കുറച്ച് കടികെട്ടിയായി. ജീവാത്മാവ്, പരമാത്മാവ്, ആത്മതത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ സാധനം? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ജീവാത്മാവിനെ?
ഉള്ളിൽ ആത്മാവുണ്ട് എന്നല്ലാണ്ട് അതിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പരമാത്മാവ്, തത്വങ്ങൾ, ഏത് തത്വം? വിശക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണം എന്ന തത്വം, ദാഹിക്കുന്നവൻ്റെ മുമ്പിൽ വെള്ളം എന്ന തത്വം, ഇതേ നമുക്കറിയുള്ളൂ. TV കാണാൻ ചെന്നിരിക്കുമ്പോൾ കറണ്ട് ഉണ്ടാവണം, അല്ലെ മൊബൈൽ എടുക്കുമ്പോൾ നെറ്റ് ഉണ്ടാവണം എന്നൊക്കെ അല്ലാണ്ട് അതില്ലാതെ ചിലപ്പോൾ നമുക്ക് ആകെ തത്വങ്ങളൊക്കെ മാറിയെന്ന് വരും. നമുക്കിതേ അറിയുള്ളൂ, നമുക്ക് മറ്റു തത്വങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല, അല്ലേ? അപ്പോൾ പറയുന്ന വിഷയത്തിൻ്റെ ഗാംഭീര്യവും പറയുന്ന ആളുടെ ഗാംഭീര്യവും കേൾക്കുന്ന ആളുടെ ഗാംഭീര്യവും കൂടി ഒന്നാവണത് എപ്പോഴാണോ? ചിലർ പറയുവേ അന്ന് വന്ന ആചാര്യനെ കേൾക്കാൻ രസമൊന്നും ഉണ്ടായിരുന്നില്ല, പറഞ്ഞത് രാമായണമൊക്കെയാ, കേൾക്കാൻ രസം ഉണ്ടായിരുന്നില്ല. മറ്റതോ മറ്റേ കേൾക്കാൻ രസം ഉണ്ടായിരുന്നു, അതൊന്നും മനസ്സിലായില്ല, അല്ലേ? ഇത് മനസ്സിലായി, പക്ഷേ അത് നമുക്ക് പാലിക്കാൻ പറ്റണില്ല. രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? അത് പറ്റുന്നില്ല. ഇതെല്ലാം കൂടി എപ്പോഴാണോ യോജിച്ച് വരുന്നത് അതാണ് ഹനുമാന്റെ അടി കിട്ടുള്ളത്. കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ 14 ദിവസത്തിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഹനുമാന്റെ അടി കിട്ടണം. ഭക്തന്മാർ പറയുന്ന വാക്ക് ചെക്കിട്ടത്തെ അടി കിട്ടിയാ പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറി ഇതെനിക്ക് പറ്റും, ഈ പറഞ്ഞ കാര്യം എനിക്ക് പാലിക്കാൻ പറ്റും, ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹനുമാന്റെ ഈ ഒരു കടലിലെ ചാടൽ മുതൽ കടലിന്റെ അക്കരെ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും കാര്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് ആ ഭാഗം വീണ്ടും 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 വായിച്ച് നോക്കും. മലയാളമാണ് എഴുത്തച്ഛൻ എഴുതിയത്. വീണ്ടും 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 വായിച്ച് കൂടുതൽ മനസ്സിലാക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടി എന്ന് പറയാം. അധ്യാപകരിൽ നിന്ന് അടി കിട്ടണം. ഇന്ന് കുട്ടികൾ ചീത്തയാവണം വിചാരിച്ചിട്ട് സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നു? കുട്ടികളെ തല്ലരുത് എന്ന് നിയമം കൊണ്ടുവന്നു. കുട്ടികളെ തല്ലി തന്നെ വളർത്തണം. ലാളയിൽ പഞ്ചവർഷാണി ദശവർഷാണി താടയേൽ, 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ആട്ടിച്ച് വളർത്തണം കുട്ടികളെ, അല്ലേ? നമ്മളൊക്കെ എത്ര അടി വാങ്ങിയിട്ടുണ്ട് ടീച്ചറെ ഇന്ന്? എന്നിട്ട് ആ ടീച്ചർമാരെ കാണുമ്പോൾ വല്ല ദേഷ്യമുണ്ടോ? ടീച്ചറെ കാണുമ്പോൾ സ്നേഹമേ ഉള്ളൂ. കാരണം എന്താ? നമ്മൾ നേരെയാവാൻ വേണ്ടിയിട്ടാണ് തല്ലണത്. നമ്മളൊക്കെ പോയി ടീച്ചറോട് പോയി, ടീച്ചറെ സർക്കാർ എന്ത് നിയമം വേണേ കൊണ്ടുവന്നോട്ടെ, എൻ്റെ കുട്ടിയെ ചോദ്യം ചെയ്ത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തല്ലിക്കോളൂ എന്ന് പറയണം. ഞാൻ കേസ് കൊടുക്കാനൊന്നും പോവില്ല, വേണമെങ്കിൽ എഴുതി കൊടുക്കുകയും ചെയ്തോളൂ. കാരണം അടിച്ചു വളർത്തിയ കുട്ടിയും അടച്ചു വെച്ച കറിക്കും സ്വാദ് കൂടും. അടച്ചു വെച്ച് വേണം കറി വേവിക്കാനായിട്ട്, തുറന്നു വെച്ച് വേവിക്കരുത്, എന്നാലേ അത് സ്വാദ് കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ അടിച്ചു വളർത്തിയ കുട്ടിയെ നേരെ ഉള്ളൂ. തെറ്റ് കണ്ടാൽ ശിക്ഷ കൊടുക്കണം. കാരണം നാളെ തെറ്റ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്താലും അടിയൊന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കും, അല്ലേ? സ്കൂളുകളിൽ കുട്ടികളിൽ മയക്കുമരുന്ന് വരെ കച്ചവടക്കാരായി മാറിയത് കേൾക്കണില്ലേ വാർത്ത? മയക്കുമരുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ കള്ളന്മാരും കൊള്ളക്കാരും അല്ല, സ്കൂൾ കുട്ടികൾ വഴിയാണ് അത്രേ. എന്തേ കാരണം? അടിക്കണില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളെ കൊണ്ട്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഹനുമാൻ സ്വാമി ലങ്കാലക്ഷ്മിയെ അടിച്ച് ലങ്കാലക്ഷ്മി തൻ്റെ ആ രാക്ഷസീയ രൂപമൊക്കെ മാറിയിട്ട് സുന്ദരിയായിട്ട് മാറിയിട്ട് പറയുക, ഞാൻ ആരാന്നറിയോ? എന്നോട് പണ്ട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറച്ചു കാലം താമസിച്ചോളൂ ലങ്കയില്, അല്ലേ? നമ്മളോടും പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ പോയിട്ട് താമസിച്ചോളൂ, എന്നെങ്കിലും ഒരിക്കൽ ഒരു കുരങ്ങന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലങ്കാലക്ഷ്മി പറയണത് മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കും. ആ സമയത്ത് ഭഗവാന്റെ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനയാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ആ ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ദശരഥപുത്രനായിട്ട് ഭഗവാൻ ത്രേതായുഗത്തിൽ ജനിക്കുമെന്നും ആ ജനിക്കുന്ന ഭഗവാൻ ജനക നൃപയായിട്ട് സീതാദേവിയും ജനിക്കും, കാട്ടിൽ വസിക്കാനായിട്ട് വരും അവതാര പൂർത്തീകരണത്തിന്. അപ്പൊ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകും. സീതയെ അന്വേഷിച്ചു വരുന്ന സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധാനായി വരൂമേകൻ തവാന്തികെ അനവധി കുരങ്ങന്മാര് അന്വേഷിച്ചു പോവും. അതിൽ ഒരു കുരങ്ങൻ നിന്റെ അടുത്തെത്തും. കലഹമിവൻ അവനോടു ജഡിതീ തുടരും അവൾ എത്രയും കാതരയായി വരും നീ എന്നു. ആ കുരങ്ങനുമായിട്ട് നീ കലഹം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മളും കലഹം ഉണ്ടാക്കണം, എന്നാലേ നേരെയേ ഉള്ളൂ. എന്താ ഈ കലഹം? സംവാദം. ആരുമായിട്ട്? ഭക്തന്മാരുമായിട്ട് സംവാദം ഉണ്ടാവണം. സജ്ജനങ്ങളുടെ അടുത്ത് പോയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്നും കിട്ടുന്ന ഉത്തരത്തിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഇവിടെ ലങ്കാലക്ഷ്മി ഹനുമാനുമായിട്ട്, ഭക്തൻ എന്ന ഹനുമാനുമായിട്ട് കലഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ഹനുമാനെ പല പല രീതിയിൽ ചോദ്യം ചെയ്യല്ലേ ഉണ്ടായത്. നീ ആരാണ്, എന്തിനാ അങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്
അല്ലേ? നരേന്ദ്രനും പല പല ആൾക്കാരെ കണ്ടിട്ട് ചോദിച്ചെന്താ, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്കൊന്നും കേൾക്കണ്ട. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അതിന് ഉത്തരം കിട്ടിയാൽ മതി. അത് പരമഹംസർക്ക് മാത്രമേ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കണമെന്ന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതുപോലെ പല ആളുകളുമായിട്ട് നമ്മൾ ചോദ്യോത്തരങ്ങൾ നടത്തുമ്പോൾ, സംവാദം നടത്തുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടും. ഈശ്വരൻ എവിടെയാണ്? സമാധാനം എവിടെ കിട്ടുക? ബുദ്ധിമുട്ടുകൾ മാറാനുള്ള മാർഗം എന്താണ്? എന്നെങ്കിലും ഒരിക്കൽ നമ്മളുടെ സംശയങ്ങളൊക്കെ തീരും. നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും. ജീവിതത്തിൽ സുഖം നേടാൻ എന്ത് വേണമെന്ന് നമുക്ക് പറഞ്ഞു തരാം ആൾക്കാർ ധാരാളം ഉണ്ട് പറഞ്ഞു തരാൻ. അതിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ഒരു ഗുരുനാഥനെ ഒരിക്കൽ നമുക്ക് കിട്ടും. ഇവിടെ ആ ഹനുമാൻ എന്ന സജ്ജനത്തിൻ്റെ അടി കിട്ടിയതോടുകൂടി രണനിപുണനോട് ഭവതി താടനവും കൊണ്ടു രാമദൂതനു നൽകേണ മനുജ്ഞയും. ഒരു കവിയൊരു ദിവസം അടി ഒരു കുരങ്ങൻ്റെ അടുത്ത് ഒരു ദിവസം അടി കിട്ടുമ്പോൾ നിനക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞു. ആ ലങ്കാലക്ഷ്മി പറഞ്ഞു, നീ അന്വേഷിച്ചു വന്നിരുന്ന ആ ജാനകി ദേവി അശോകവനിയിലുണ്ട്. ആ കുരങ്ങിന് വഴി കാണിച്ചു കൊടുത്തിട്ട് നീ മുക്തി നേടിക്കോളൂ എന്നാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞത്. ആ ലങ്കാലക്ഷ്മി പറഞ്ഞു, സീതാദേവി ഇരിക്കുന്നുണ്ട് ശിംശപ വൃക്ഷച്ചുവട്ടില്, അശോകവനിയിൽ എന്നാണ് അല്ലേ. ചിലർ പറയും അശോക വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണെന്ന്. അശോക വൃക്ഷത്തിൻ്റെ ചുവട്ടല്ല, അശോകവനി ആ ഒരു വനത്തിൻ്റെ പേരാണ്. അശോകവനത്തിലെ ശിംശപ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നുണ്ട്, സങ്കടമായിട്ടിരിക്കുകയാണ്, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. ലഘുമധുര വചനം ഇതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ആ ലങ്കാലക്ഷ്മി ആ രാവണ രാജധാനിയിൽ നിന്ന് പതുക്കെ പുറപ്പെട്ടു എന്ന് പറയുക. ഞാൻ ഇവിടുന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ലങ്കാലക്ഷ്മി മോക്ഷമാണ്. മഹേന്ദ്രഗിരിയിൽ നിന്നും പുറപ്പെട്ട ഹനുമാൻ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്ത് ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്ത് ആ ലങ്കയിലെത്തി. ഇനി അവിടെ സീതയെ കാണാനായിട്ട് പോവുകയാണ്. സീതയെ മുമ്പ് കണ്ടിട്ടില്ല. സീതയെ കാണാനായിട്ട് എവിടെയാണ്? ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോ. ഹനുമാൻ ആ ലങ്കയിൽ അങ്ങോട്ട് കാല് കുത്തിയപ്പോ 2 പേർക്ക് ഇടതുഭാഗം വിറച്ചു എന്നാ പറഞ്ഞത്. ആർക്കൊക്കെ? ഒന്ന് സീതാദേവിക്കും രാവണനും. എന്തീ 2 പേർക്കും ഇടതുഭാഗം വിറച്ചത്? സ്ത്രീകൾക്ക് ഇടതുഭാഗം വിറച്ചാൽ ശുഭമാണ്, പുരുഷന് വലതുഭാഗം വിറച്ചാൽ ആണ് ഗുണം. വലതുഭാഗം വിറച്ചാലാണ് ഗുണം പുരുഷന്. പക്ഷെ ഇവിടെ രാവണനും വിറച്ചത് ഏത് ഭാഗ? ഇടതുഭാഗ. 2 പേർക്കും ഒരേ ഭാഗം. സീതാദേവിക്ക് ഗുണമായിട്ടും രാവണന് ദോഷമായിട്ടും. ഇതെന്താ ഈ ഇടത് വലത് ഭാഗത്തിൻ്റെ പ്രത്യേകത എന്നാണെങ്കിൽ, ബ്രഹ്മാവിൻ്റെ ഇടതുഭാഗത്തു നിന്നുണ്ടായവരാണ് സ്ത്രീകൾ. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചപ്പോൾ ബ്രഹ്മാവ് ആദ്യം സനകാദികളെയാണ് സൃഷ്ടിച്ചത് മനസ്സുകൊണ്ട്, മാനസപുത്രന്മാരായിട്ട്. അവർ 5 വയസ്സായപ്പോൾ നിങ്ങൾ വേഗം വലുതാവൂ, അങ്ങനെ കളിച്ചു കിടന്നാൽ ശരിയാവില്ല, വലുതായി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി സൃഷ്ടിയിൽ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സനകാദികൾ പറഞ്ഞു, ഞങ്ങൾ സൃഷ്ടിക്കൊന്നും പുറപ്പെടണില്ല, ഞങ്ങൾ ഹരിശരണം ഹരിശരണം എന്ന് പറഞ്ഞ് തപസ് ചെയ്യാനാണ് പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാണ്ടായപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ഞാൻ ജനിപ്പിച്ച കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാണ്ടാവേ. പക്ഷേ കുട്ടികൾക്ക് 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സ് വരെ കുട്ടികളോട് ദേഷ്യപ്പെടാൻ പാടില്ല അല്ലേ. ഇപ്പം ചൊല്ലിയുള്ളൂ, ലാളയേൽ 5 വർഷാണി ദശവർഷാണി താടയേൽ പ്രാപ്തേതു 16 വർഷേ പുത്രം മിത്രവതാചരേൽ. 5 വയസ്സ് വരെ കുട്ടികളോട് ദേഷ്യപ്പെടാൻ പാടില്ല. അവരെന്ത് ചെയ്താലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടോളുക. 5 വയസ്സുള്ള കുട്ടി അമ്മയുടെ മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു വെച്ചാൽ സന്തോഷിച്ച് ഒരു ഹൈക്കൻഡ് കൊടുക്കുക. കുറേ അച്ഛനോട് പറഞ്ഞു മൊബൈൽ മാറ്റിത്തരാൻ അല്ലേ. അച്ഛൻ അടിച്ചാൽ മാറ്റി തരണമില്ല. ഇപ്പോൾ കുട്ടി എടുത്ത് പൊട്ടിച്ച് നീ കുട്ടിയെ കൊടുത്ത് ഏൽപ്പിക്കേണ്ട കേട്ടോ അല്ലേ, മോനതൊന്ന് വലിച്ചെറിയോ എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട, ഫോൺ മാറ്റാൻ വേണ്ടിയിട്ട്. 5 വയസ്സ് വരെ ലാളയേൽ, ലാളിക്കണം കുട്ടികളെ. എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാൻ പാടില്ല. ഇവിടെ ബ്രഹ്മാവ് സനകാദികൾ പറഞ്ഞാൽ കേൾക്കാണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് സൃഷ്ടി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈശ്വരാരാധന ചെയ്യണേ ഉള്ളൂ, കല്യാണത്തിലേക്കോ സൃഷ്ടിയിലേക്കോ ഒന്നും പോണില്ല
എന്ന് പറഞ്ഞപ്പോഴാണ് ദേഷ്യം വന്നത്. 5 വയസ്സല്ലേ ഉള്ളൂ, ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യത്തെ അടക്കി നിർത്തി പുരികമധ്യത്തുനിന്ന് ഒരു രൂപം ഉണ്ടായി. ഇത്രേ രോദനത്തോടു കൂടി പുറത്തേക്ക് വന്നു. അതാണ് രുദ്രൻ. ആ രുദ്രൻ പറഞ്ഞു, ഞാൻ സൃഷ്ടി നടത്താം എന്ന് പറഞ്ഞ് ഭാര്യമാരെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രേ 11 ഭാര്യമാരെ കൊടുത്തു രുദ്രന്. ആ രുദ്രൻ സൃഷ്ടി ആരംഭിച്ചു. പക്ഷേ ഒക്കെ ബോധപ്രദ പിശാചുക്കളായിരുന്നു വന്നത്. സൃഷ്ടി നിർത്തിവെക്കാൻ പറഞ്ഞു. പിന്നെ ആ രുദ്രൻ പോയി തപസ് ചെയ്തിട്ട്, ഭഗവാനെ തപസ് ചെയ്തിട്ടാണ് ശിവനായിട്ട് മാറിയത്, ശങ്കരനായി മാറിയത്. പിന്നെ കൈലാസപതിയായിട്ട് മഹാദേവനായിട്ട് മാറി. പിന്നീട് ബ്രഹ്മാവ് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, ദക്ഷൻ, വസിഷ്ഠൻ, നാരദൻ തുടങ്ങി 10 പുത്രന്മാരെ സൃഷ്ടിച്ചു. സൃഷ്ടി വർദ്ധിക്കണില്ല. അപ്പോഴാ ബ്രഹ്മാവിന് മനസ്സിലായത് 2 സൃഷ്ടികൾ തമ്മിൽ ആകർഷണം വേണം, എന്നാലേ മൂന്നാമതൊരു സൃഷ്ടി ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് ഇടതുഭാഗത്തുനിന്ന് ഒരു സ്ത്രീയെയും വലതുഭാഗത്തുനിന്ന് ഒരു പുരുഷനെയും സൃഷ്ടിച്ചു. ഇടതുഭാഗത്തുനിന്ന് വന്ന സ്ത്രീയാണ് ശതരൂപാദേവി, വലതുഭാഗത്ത് വന്ന പുരുഷനാണ് സ്വയംഭുവ മനു. ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ പുരുഷന്മാർ, ദമ്പതിമാർ, ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വന്ന മനുഷ്യര്. ഈ സ്വയംഭുവ മനു പുരുഷൻ വലതുഭാഗത്ത് നിന്ന് വന്നതുകൊണ്ടാണ് പുരുഷന്മാരുടെ വലതുഭാഗത്തിന് പ്രാധാന്യം. അല്ലേ, പുരുഷന്മാർക്ക് അല്ലേ കുറത്തി വന്ന് കൈ നോക്കാൻ പറഞ്ഞാൽ പുരുഷന്മാർ ഏത് കൈ കാണിച്ചു കൊടുക്കുക? വലത്തെ കൈയാണ്. അല്ലേ, ഇപ്പം അങ്ങനെ കാണാനില്ല. അല്ലേ, മുമ്പൊക്കെ വീടുകളിൽ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടിക്കാലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ, തമ്പാട്ടിയെ കൈ നോക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട്. അല്ലേ, അപ്പോൾ ഞാനൊക്കെ കൈ കാണിച്ചിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ. അப்புறம் അയ്യോ കുട്ടൻ്റെ കയ്യിൽ രേഖ തെളിഞ്ഞിട്ടില്ല എന്ന്, രേഖ തെളിഞ്ഞപ്പോൾ പുറത്തേക്ക് കാണാനും ഇല്ല. അല്ല, അമ്മ കൈ കാണിച്ചു കൊടുക്കണ കാണുമ്പോൾ നമുക്ക് എൻ്റെ കൈയും കൂടി നോക്കുമോ ചോദിക്കും. അല്ലേ, ചെറിയ കുട്ടിയാകുമ്പോൾ കയ്യിൽ രേഖ തെളിയില്ലല്ലോ. അല്ലേ, എന്തായാലും രാമായണത്തിന് മുമ്പിലേക്ക് എത്തിച്ചല്ലോ രേഖ. അല്ലേ, അത് മതി. ഇനിയിപ്പോൾ പുറത്തേക്ക് കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കടാമ്പുഴ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് രാമായണം പറയാൻ ഇവിടെ എത്തിച്ചു എന്നുണ്ടെങ്കിൽ തെളിഞ്ഞിട്ട് തന്നെയല്ലേ, അത് മതി. ഇത്രയ്ക്കേ വേണ്ടോ, അല്ലാണ്ട് വലിയ അതിയായ മോഹങ്ങളൊന്നുമില്ല. ഭഗവത് കഥകൾ പറയുക, അത് കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മുമ്പിലാവുക, അത്രേ മോഹങ്ങളുള്ളൂ. അന്ന് പുരുഷന്മാർക്ക് വലത്തെ കയ്യ്, പുരുഷന്മാർക്ക് വലതുഭാഗം തുടിച്ചാലാണ് ശുഭം. പുരുഷന്മാര് വലത്തെ കാല് വെച്ചിട്ട് വേണം എവിടേക്കും പ്രവേശിക്കാനായിട്ട്. കാരണം ബ്രഹ്മാവിൻ്റെ വലതുഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ട്. ബ്രഹ്മാവിൻ്റെ ഇടതുഭാഗത്തു നിന്നാണ് സ്ത്രീകളുണ്ടായത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിച്ചാലാണ് നല്ലത്. അല്ലേ, ഇടത്തെ കൈയാണ് അവർ ഹസ്തരേഖാശാസ്ത്രത്തിന് കാണിച്ചു കൊടുക്കുക. സ്ത്രീകൾ എവിടെയെങ്കിലും കയറുമ്പോഴും ഇടത്തെ കാല് വെച്ചിട്ട് വേണം കയറാൻ. അങ്ങനെയല്ല, ഇടത്തെ കാല് വെച്ചാൽ കയറേണ്ടത് അല്ലാന്ന്. അതാണ് തോന്നുന്നത്, സമ്മതിക്കില്ല. ഈ കയ്യും ചെവിയും മൂക്കൊക്കെ ഇടത്തെ കാലുമൊക്കെ എത്തുമ്പോഴേക്കും വലത്ത് അല്ല, വലത്തെ കാല് വെച്ചാണ്. നിങ്ങൾക്ക് പറഞ്ഞു തന്നവർ തെറ്റിയതാണ്. ഇനി കാര്യം ചെയ്യുക, എവിടെയെങ്കിലും സപ്താഹമൊക്കെ ഉണ്ടാകും, ഇവിടെ നടക്കാറുണ്ടോ അല്ലേ, രുക്മിണി സ്വയംവരത്തിന് ഭർത്താവുമായിട്ട് വരിക. കുറച്ച് കുങ്കുമോ അർച്ചനയൊക്കെ നടത്തി ഭർത്താവിനോട് കുങ്കുമൊക്കെ, താലി വീണ്ടും കെട്ടാൻ പറ്റില്ലല്ലോ, താലി വീണ്ടും കെട്ടാൻ പറ്റില്ല, കുങ്കുമൊക്കെ തൊടിച്ചു തരാൻ പറയുക. എന്നിട്ട് കയ്യും പിടിച്ച് വീണ്ടും ഒരു എന്താ ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ പറയുമ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീകൾ പറയുക അങ്ങനെയല്ലല്ലോ എന്നുള്ളത്. അല്ലേ, തന്ത്രശാസ്ത്രത്തിൽ ഒരു വീട് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ പൂർണ്ണമായിട്ടത് ഈ പുരാണങ്ങളിൽ മാത്രമല്ല തന്ത്രശാസ്ത്രത്തിലും പറയുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ ഒരു തന്ത്രിയെ ഗണദ്യോമത്തിന് വിളിച്ച് ആ ഗണദ്യോമം കഴിഞ്ഞ് നിലവിളക്കുമായിട്ട് വീടിനെ പ്രദക്ഷിണം ചെയ്ത് അകത്തേക്ക് കടക്കുമ്പോൾ തന്ത്രി ഒന്ന് പറഞ്ഞു, പുരുഷന്മാർ വലത്തേക്കാല് വെച്ചിട്ടും സ്ത്രീകൾ ഇടത്തേക്കാല് വെച്ചിട്ടും കയറൂ എന്ന് കേമനായിട്ടുള്ള തന്ത്രി തന്നെ പറഞ്ഞപ്പോൾ ഉറപ്പിച്ചു. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ കൂടി ഉണ്ട്, ഈ പുരാണങ്ങളിൽ മാത്രമല്ല. സ്ത്രീകൾ ഇടത്തേക്കാല് വെച്ചിട്ട് തന്നെയാണ് കയറേണ്ടത്. അത് ആരോ അന്ന് പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും എവിടെയാ പറഞ്ഞത് ചോദിച്ചാൽ പ്രമാണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇടത്തെ കാല് വെച്ചിട്ട് വേണമെന്നതിന് പ്രമാണമുണ്ട്. കാരണം കൈ ഇടത്തെ കൈയല്ലേ, അല്ലേ, ഇടത് ഭാഗം തുടിച്ചാലല്ലേ. ഭാഗവതത്തില് 2 ദിക്കിൽ പറയണു, രുക്മിണിക്ക് ഇടത് ഭാഗം തുടിച്ചപ്പോൾ ശുഭമായിട്ട് ഒന്ന് കൃഷ്ണൻ വന്നു കൊണ്ടുപോയി, രണ്ടാമത് നഷ്ടപ്പെട്ട മകനായ പ്രദ്യുമ്നനെ കിട്ടി ഇടത് ഭാഗം തുടിച്ചപ്പോൾ. ഇവിടെ ഞാൻ പറഞ്ഞു സീതാദേവിയുടെ ഇടത് ഭാഗം തുടിച്ചു. സീതാദേവിക്ക് ഹനുമാൻ അവിടെ കാലുകുത്തിയപ്പോൾ അവിടെ ശുഭമായിട്ട് വന്നു.
രാവണനും ഇടത്തെ ഭാഗം തുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഇടതു ഭാഗം തുടിച്ചാൽ ദോഷമാണ്. അപ്പൊ രാവണന് ഹനുമാന്റെ ആ ഒരു പാദസ്പർശം രാവണന് ദോഷമായിട്ടും സീതാദേവിക്ക് സുഖമായിട്ടും രണ്ടുപേർക്കും ജനക നരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ഇടതുഭാഗം തുടിച്ചു പറയുക. ഹനുമാൻ സ്വാമി അന്വേഷിച്ച് നടക്കുകയാണ് അത്രേ. ഇന്നേവരെ കാണാത്ത ആ സീതാദേവിയെ രാത്രിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ കണ്ടെത്തിയത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറങ്ങാണ്ടിരിക്കണ ഒരു സ്ത്രീയെ കണ്ടു എന്നാണ്. അല്ലേ, കലശലായ ദുഃഖമുള്ളവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. സീതാദേവി ഉറങ്ങണില്ല. അല്ലേ, വേറെ ഉറങ്ങാത്തവരുണ്ട്, കുറെ നിശാചരിമാര് കാവൽക്കാരുണ്ട്. അല്ലേ, അവരുടെ വേഷം കണ്ടറിഞ്ഞൂടെ സീതയല്ല എന്നുള്ളത്. രാക്ഷസിമാരുടെ വേഷം കണ്ടറിയാലോ. രാക്ഷസിമാർ കയ്യിൽ വാളും പിടിച്ചുകൊണ്ട്, സീതാദേവി എന്തായാലും കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് നടക്കില്ലല്ലോ. ഓരോരുത്തരെയും കണ്ടു അത്രേ. അതാണോ സീതാദേവി? അല്ല, അതല്ല. കാരണം എൻ്റെ അമ്മ സീതാദേവി മഹാലക്ഷ്മിയാണ്, സുന്ദരിയാണ്. ആ രാക്ഷസിമാർക്കാർക്കും സൗന്ദര്യം ഉണ്ടാവുമോ? നോക്കുമ്പോൾ സീതാദേവി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. എന്നാൽ സീതാദേവിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വേറൊരു ബഹളം കേട്ടത്. നോക്കുമ്പോൾ എന്താ, രാവണൻ സീതാദേവിയെ കാണാൻ വേണ്ടി വരിക. രാവണന് ശ്രീരാമനെ കാണാൻ പോയാൽ മതിയായിരുന്നു നേരെയാവാൻ. അതിന് പറഞ്ഞ് ശ്രീരാമനെ കാണാൻ പോയില്ല, സീതാദേവിയെ കാണാൻ പോയുള്ളൂ. സീതാദേവിയെ കാണാനേ പോയുള്ളൂ. സീതാദേവിയെ വേണമെന്നേ മോഹം വന്നുള്ളൂ, രാമനെ വേണമെന്ന് മോഹം വന്നില്ല. എന്നാൽ ശൂർപ്പണഹയ്ക്ക് രാമനെ വേണമെന്നേ മോഹം വന്നുള്ളൂ, സീതയെ വേണമെന്ന് മോഹം വന്നില്ല. രാമന്റെ നേരെ കാമവുമായിട്ടാണ് ശൂർപ്പണഖ വന്നത്. അനിയത്തിക്ക് രാമനോടും ഏട്ടന് ഇവിടെ സീതയോടുമാണ് മോഹം ഉണ്ടായത്. സ്ത്രീകളാകുമ്പോൾ സ്ത്രീകളുമായിട്ടല്ലേ സംസാരിക്കാൻ ചെല്ലേണ്ടത്. ശൂർപ്പണഖ എന്നിട്ട് സീതാദേവിയോട് കൂട്ടുകൂടുതലല്ലേ വേണ്ടത്. എന്നാൽ ചിലപ്പോൾ രാമൻ്റെ ഒരു കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരു സ്നേഹമെങ്കിലും കിട്ടിയിരുന്നു. ഒരു സഹോദരിയായിട്ടൊക്കെ വേണമെങ്കിൽ രാമൻ കാണുമായിരുന്നു. അതിനുപോലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർ നേരെ അടുക്കളയ്ക്ക്, അല്ലേ, സ്ത്രീകൾ കസേര കയറി ഇരുന്നിട്ട് ആണുങ്ങളുമായിട്ട് വർത്തമാനം പറയും. അങ്ങനെയാണോ പതിവ്? നേരെ സ്ത്രീകൾ ആ വീട്ടിലെ സ്ത്രീകളുമായിട്ട് വർത്തമാനം പറയുക, പുരുഷന്മാരുമായിട്ട് വർത്തമാനം പറയും. ഇവിടെ നേരെ തിരിച്ചല്ലേ വന്നത്. രാമനെ കാണണമെന്ന് മോഹമില്ല രാവണന്. സീതയെ വേണമെന്ന് മാത്രമേ മോഹമുള്ളൂ. രാമനോട് കൂടി ഇരിക്കുമ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. രാവണൻ കണ്ടിട്ടുണ്ടോ രാമനോട് കൂടി ഇരിക്കുന്ന സീതയെ? രാമനെ മാരീചനെ അവിടുന്ന് മാറ്റിയതിന് ശേഷമല്ലേ സീതയെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ പിന്നെ രാവണൻ മരിച്ചതിന് ശേഷമല്ലേ പിന്നെ രാമനും സീതയും കൂടി ഒന്നിച്ചു നിന്നിട്ടല്ലോ. അപ്പം അതുകൊണ്ട് രാമനെയും സീതയും ഒരുമിച്ച് കാണാൻ രാവണന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇവിടെ രാവണൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സീതാദേവിയോട് പറയൂത്രേ, എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോളൂ, ഇവിടെ രാജ്ഞിയായിട്ട് കഴിയാൻ സാധിക്കുമെന്ന്. എന്നാൽ നേരെ അങ്ങോട്ട് പിടിച്ച് കല്യാണം കഴിക്കാനും പോയി താലി കെട്ടാനും പറ്റില്ല. കാരണം രാവണന് ശാപം കിട്ടിയിട്ടുണ്ട്. അനുവാദമില്ലാണ്ട് സ്ത്രീകളെ തൊട്ടാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് മേനകയുടെ ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സീതാദേവിയെ പോയി താലി കെട്ടി ഭാര്യയാക്കാൻ പറ്റൂല, അല്ലേ? അതുകൊണ്ട് കൈ പിടിച്ചിട്ടല്ല, തലമുടി പിടിച്ചിട്ടാണ് സീതയെ പിടിച്ച് വിമാനത്തിലേക്ക് കയറ്റിയത് എന്നൊക്കെ നമുക്ക് കാണാം. ഇന്നത്തെ ആ ഒരു സമയം നമുക്ക് ആയിട്ടുണ്ട്. ലങ്കയിലെത്തിയ ഹനുമാൻ സ്വാമി ആദ്യം കാണുന്നത് ഇനി രാവണനും സീതാദേവിയും തമ്മിലുള്ള സംഭാഷണമാണ്. ആ രാവണൻ്റെ പുറപ്പാട്, രാവണനും സീതയുമായിട്ടുള്ള സംഭാഷണം, അതിനുശേഷം സീതാദേവിയുമായിട്ട് ഹനുമാൻ ഉള്ള സംഭാഷണം, പിന്നെ ഹനുമാൻ ഉദ്യാനമാകെ തല്ലി പൊളിക്കണ സമയത്ത് രാവണപുത്രനായിട്ടുള്ള അക്ഷയകുമാരൻ വരണതും അക്ഷയകുമാരനെ വധിക്കുന്നതും ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ പെട്ട് ഹനുമാൻ സ്വാമി രാവണന്റെ സന്നിധിയിലെത്തി ശ്രീരാമൻ ദേവന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെയാണ്. കടാമ്പുഴ അമ്മയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് ഇതുപോലെ ആ രാവണൻ സന്നിധിയിൽ ഹനുമാൻ സ്വാമി എത്തുന്നത് വരെയുള്ള ഭാഗം നാളത്തെ പ്രഭാഷണ സമയത്താവാം. എല്ലാവർക്കും അമ്മയുടെ ആ ഒരു അനുഗ്രഹവും ശ്രീരാമൻ്റെ അനുഗ്രഹവും രാമനാമം ചെല്ലാനുള്ള മനസ്സും അമ്മ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അമ്മയുടെ പാദത്തിൽ, ശ്രീരാമപാദത്തിൽ, ഗുരുനാഥൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കയേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഏതാനും പിഴ ഞാൻ അറിഞ്ഞും അറിയാതെ ചൊല്ലിയിടിലും മാതാവാകിയ നീ ഒഴിഞ്ഞാരുണ്ടിതു പുറത്തിയിടുവാൻ. കാതോളം വിലസും നൽ കടാക്ഷം കൊണ്ടെന്നെ ക്ഷണം നോക്കിയാൽ ചേതം നിനക്ക് വന്നിടുമോ ശ്രീ കടാമ്പുഴയിൽ മേവും ശിവേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ.